ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 65. കൃഷ്ണപ്രിയയുടെ വീട്ടിൽ വിരുന്നിന് വന്ന അനന്തനെ ശല്യം ചെയ്യാൻ കച്ചകെട്ടി വന്നിരിക്കുകയാണ് സുരഭിയും മഹിയും ഹർഷനും ജീവനുമെല്ലാം. പക്ഷേ അനന്തൻ സുരഭിയുടെ വാക്കുകൾ തെല്ലും വില കൊടുക്കാതെ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നത് അവളെ വല്ലാതെ ചൂടിപ്പിച്ചു. ആദ്യം പല്ലവി ഭാർഗവന്റെ പിന്നാലെ ആയിരുന്നു. അപ്പൊ കരുതിയത് ഭാർഗവ ഗ്രൂപ്പ് മൊത്തത്തിൽ വിഴുങ്ങാൻ എന്നാവും. നിന്റെ പരിപ്പ് ആ കലത്തിൽ വേവില്ലാന്ന് കണ്ടപ്പോ നറുക്ക് മാലിനി നായർക്ക് വീണു. മൃതസഞ്ജീവനിയിലും നായർ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയിലും മാറി മാറി കയറി ഇറങ്ങുന്നത് കണ്ടവരുണ്ട് അല്ലേ ജീവ? അതിനുശേഷം അവിടുന്ന് മടിച്ചിറക്കിയപ്പോ ഇനി എന്ത് വേണോന്നറിയാതെ ചുറ്റിക്കറങ്ങുമ്പോഴ് ഇവിടെ ജലന്ധർ സാറ് തിരിച്ചു വന്ന വിവരം അറിയുന്നത്. ആൾക്കൊരു മകൾ ഉണ്ടെന്ന് കൂടി കേട്ടപ്പോ പിന്നെ ഒന്നും ആലോചിച്ചിട്ടുണ്ടാവില്ല, നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചു അല്ലേ? നാണമുണ്ട് ഇങ്ങനെ വന്നിരുന്ന് വെട്ടി വിഴുങ്ങാൻ. നിന്നെപ്പോലും ഒരുത്തനുമായിട്ടുള്ള കല്യാണം മുടങ്ങിയത് എത്ര നന്നായിന്നാ ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത്, സുരഭി പറഞ്ഞു. സുരഭി, അനന്തൻ അങ്ങനെ വലിഞ്ഞു കയറി വന്നതൊന്നും ആവില്ല. ഇവിടെ അവനെ തീർച്ചയായും ക്ഷണിച്ചിട്ടുണ്ടാവും. മഹി പറയുന്നത് കേട്ട് അനന്തൻ അവനെ പുരികം ചുളിച്ചു നോക്കി. അവനിപ്പോൾ ശരിക്കും തന്റെ ഭാഗം പറയുകയാണോ എന്നായിരുന്നു അനന്തന്റെ ചിന്ത. കോളേജില് കൃഷ്ണപ്രിയയും അനന്തനും ഒരേ ബെഞ്ചിൽ ഇരുന്ന പഠിപ്പ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ ആകെ വായ തുറന്ന് സംസാരിക്കുന്നത് ഇവനോട് മാത്രമാണത്രേ. എന്തായാലും പെൺപിള്ളേരെ വളയ്ക്കാൻ ഇവനൊരു പ്രത്യേക കഴിവുണ്ടെന്നത് ഉറപ്പാ. അവള് തന്നെയാവും ഇവൻ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ച്. എന്നാലും അനന്ത, നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു, മഹി പറഞ്ഞു. അനന്തൻ ഭക്ഷണം കഴിപ്പ് നിർത്തി മഹിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഇവനെ തന്നെയല്ലേ ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അടിച്ചോടിച്ച് ആശുപത്രിയിലാക്കി. എന്നിട്ട് സ്വഭാവത്തിൽ ഒരു മാറ്റവും ഇല്ലല്ലോ. ഇതിന് ഒരിക്കലും നന്നാവാത്ത പ്രകൃതം ആയതുകൊണ്ടാണോ അതോ ഇനി താൻ കൊടുത്തത് കുറഞ്ഞു പോയിട്ടാണോ? ഇതായിരുന്നു അനന്തന്റെ മനസ്സിലെ ചിന്ത. അനന്തന്റെ കോപം ജ്വലിക്കുന്ന കണ്ണുകൾ കണ്ട് സുരഭി അല്പം പതറി. അവൾ ഇതൊക്കെ പറയുന്നത് ആ പഴയ അനന്തനിൽ ഉണ്ടാകുന്നത് പോലെ പെട്ടെന്ന് വരുന്ന നാണക്കേടും ഭയവും സങ്കടവും ഒക്കെ കണ്ട് മനസ്സൊന്ന് കുളിരണമെന്ന ആഗ്രഹത്തിലാണ്. എന്നാൽ അനന്തന്റെ മുഖത്ത് വിഷമത്തിന് പകരം ആരെയും ഭസ്മമാക്കാൻ പാകത്തിനുള്ള ദേഷ്യം കാണുമ്പോൾ അവൾക്ക് നിരാശയും ഭയവുമാണ്. എന്നാൽ അപ്പോഴും അവൾക്ക് സ്വന്തം നാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാറില്ല. എന്തെങ്ങനെ തുറച്ചു നോക്കുന്നേ? ഞങ്ങളെല്ലാവരെയും ഇപ്പൊ നോക്കി ദഹിപ്പിക്കുമെന്ന ഭാവത്തിലാണല്ലോ. നീ വലിയ കളരി വീരനായതുകൊണ്ട് ആരെയും അങ്ങ് കയറി തല്ലാം എന്നാവും ഭാവം. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ആരെയും തല്ലില്ല എന്ന് നീ അന്ന് സത്യം ചെയ്തതാ, മറക്കണ്ട. സുരഭി ഭയം മറച്ചു വെച്ചാണ് അനന്തനോട് വീറോടെ പറയുന്നത്. മുത്തശ്ശിക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് വളരെയധികം ആഗ്രഹമുള്ളത് കൊണ്ട് പറയാ. നീ നിന്റെ ലിമിറ്റ് ക്രോസ് ചെയ്യാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. അനന്തൻ നിസാരമായാണത് പറഞ്ഞത് എങ്കിലും അതിൽ ഒരു കടുത്ത ഭീഷണി തന്നെ ഉണ്ടെന്ന് സുരഭിക്ക് മനസ്സിലായി. എന്താണ് പറഞ്ഞത് നീ? എന്നെ ഭീഷണിപ്പെടുത്താൻ മാത്രം ധൈര്യമോ നിനക്ക്? സുരഭി ചോദിച്ചു. അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ജഗൻ എഴുന്നേറ്റ് സുരഭിക്ക് അഭിമുഖമായി അനന്തനെ മറഞ്ഞു നിന്നു. എന്താടി പെണ്ണ നിന്റെ പ്രശ്നം? കുറേയേറെ ആയല്ലോ മനുഷ്യനെ 4 വെറ്റ് ചോറുണ്ണാൻ സമ്മതിക്കാതെ നിന്റെ ഈ തുള്ളാട്ടം തുടങ്ങിയിട്ട്. വട്ടുണ്ടോ നിനക്ക്? ജഗൻ നല്ല ഉച്ചത്തിലാണ് ചോദിച്ചത്. അതിനാൽ തന്നെ അടുത്ത ടേബിളിൽ ഉള്ളവരുടെ എല്ലാം ശ്രദ്ധ ഇവിടേക്ക് വന്നു. ഇത് കണ്ട ജഗൻ സുരഭിക്ക് ഒരു പണി കൊടുക്കണമെങ്കിൽ ഇത് തന്നെയാണ് അവസരം എന്ന് കരുതി ഇങ്ങനെ പറഞ്ഞു. ശല്യങ്ങള്, ഒരു നാണവും ഇല്ലാതെ എന്നെ ഇങ്ങോട്ടേക്ക് വന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാനിപ്പോ കാശ് തരണമെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കിയ അതെവിടത്തെ ഏർപ്പാടാ? ഒരു രാത്രിക്ക് 30,000 രൂപയൊക്കെ കത്തി റേറ്റാ. പാവങ്ങളെ ഇങ്ങനെ പിടിയാതെ വെറുതെ വിട്ടേര് പെണ്ണേ. ജഗൻ പറഞ്ഞത് കേട്ട് എല്ലാവരും സുരഭിയെ തന്നെ നോക്കി. അവൾ അവന്റെ വർത്തമാനം കേട്ട് നന്നേ ഷോക്കായി. നിന്നെ പോലെയുള്ള നെറികെട്ടവന്മാരിന്ന് ഇത്രയൊക്കെ ക്വാളിറ്റി പ്രതീക്ഷിച്ചാ മതി. നാണില്ലാത്തവൻ, പറ്റിയ കൂട്ടുകാരൻ തന്നെ. രണ്ടും നന്നായിട്ട് ചേരും. സുരഭി അത് പറയുമ്പോൾ അനന്തൻ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് ജഗനെ നോക്കി. അരുന്ധതിയും ആരെയും നോക്കാതെ ചിരിക്കുന്നുണ്ട്. സുരഭി പല്ല് കടിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. സ്വന്തം സീറ്റിലെത്തിയ അവൾ അവിടെ വാടിയിരിക്കുന്നത് കണ്ട് ജീവൻ അവളെ സമാധാനിപ്പിച്ചു. സുരഭി, നീ വെറുതെ വിഷമിക്കണ്ട. നീ നിന്റെ ക്രെഡിറ്റ് കാർഡ് പോലും അവന് നൽകിക്കൊണ്ട് നല്ലൊരു ഭാവി ആശംസിച്ചല്ലേ പിരിഞ്ഞ്. നീ ഒരു പക്ഷെ അവന്റെ നന്മയാവും ആഗ്രഹിച്ചത്. പക്ഷെ അവനൊരു നന്ദിയില്ലാത്തവന്. അവനും അവന്റെ കൂട്ടാളികളും ഇതല്ല ഇതിനപ്പുറം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് വരും. അന്തസ്സും അഭിമാനവും ഇല്ലാത്തവരാണെന്നേ
നീ അവരെ പറ്റി ഓർക്കാൻ പോലും പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ജീവൻ പറയുന്നത് കേട്ട് സുരഭി മിണ്ടാതെയിരുന്നു. അവരോടൊപ്പം വന്ന അല്പം പ്രായമുള്ള ഒരാൾ ഇതെല്ലാം കണ്ട് ഇപ്രകാരം അവരോട് പറഞ്ഞു. മോള് പറഞ്ഞത് വളരെ ശരിയാണെന്ന് എനിക്കും തോന്നുന്നു. ആദ്യം ഭാർഗവ ഗ്രൂപ്പിൽ നിന്ന് പല്ലവി ഭാർഗവൻ, അവിടെ അവന്റെ കളി നടക്കാതെ വന്നപ്പോ ഇവിടത്തെ കുട്ടി കൃഷ്ണപ്രിയ. സുന്ദരികളായ പെൺകുട്ടികളിലൂടെ ഇങ്ങനെയുള്ള വലിയ ഫാമിലികളിലേക്ക് കയറി പറ്റുക എന്നത് തന്നെയാ അവന്റെ ലക്ഷ്യം. പെട്ടെന്ന് പണക്കാരനാകാൻ വേണ്ടി അവൻ എന്തും ചെയ്യുമെന്ന് തന്നെയാ എനിക്കും തോന്നുന്നത്. അയാൾ പറഞ്ഞത് കേട്ട് അതിനെ അനുകൂലിച്ചുകൊണ്ട് ഹർഷനും സംസാരിച്ചു. എന്നാലും ആ കൃഷ്ണപ്രിയ ഒറ്റ രാത്രി കൊണ്ട് എന്തൊരു മാറ്റമാണ് മാറിയത്. എനിക്കറിയില്ല ഇതെന്ത് മാജിക് ആണെന്ന്. മാത്രമല്ല, അവളോട് ക്ലാസ്സിൽ ആരും മിണ്ടാതെ അവഗണിച്ച് നടന്ന കാലവും അനന്തൻ മാത്രം അവളോട് അടുപ്പം കാണിക്കാറുണ്ടായിരുന്നു. ഇതിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയട്ടെ. ഈ കൃഷ്ണപ്രിയയുടെ മുഖത്തെ പുള്ളിയും പാടും എല്ലാം വെറും ഫേക്കായിരുന്നു. അത് അനന്തന് നേരത്തെ തന്നെ അറിയുകയും ചെയ്യാം. ഇനിയിപ്പോ അവളുടെ അച്ഛൻ തിരികെ വന്നതുകൊണ്ട് അവൾക്ക് നല്ല റൈറ്റ് സെക്യൂരിറ്റി ഉണ്ടാവില്ലേ? സോ അവൾക്ക് ഇനി ആരുടെയും മുന്നിൽ അഭിനയിക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഇന്ന് അവള് തന്റെ മുഖത്തെ വൃത്തികേടുകളെല്ലാം മായ്ച്ചു കളഞ്ഞത്. മറിച്ച് അത് ശരിക്കും ഒരു മാറാ രോഗമായിരുന്നെങ്കിൽ അതൊരിക്കലും ഒറ്റ രാത്രി കൊണ്ട് മാറില്ലല്ലോ. ഹർഷൻ ഒരു ബുദ്ധിമാൻ എന്ന് സ്വയം ഭാവിച്ചുകൊണ്ടാണ് ഇത്രയും കണക്ക് കൂട്ടലുകളൊക്കെ നടത്തിയത്. കേട്ടുനിന്ന സുരഭിക്കും ബാക്കിയുള്ളവർക്കും അത് ശരിയാണെന്നും തോന്നി. എന്തായാലും അനന്തന്റെ തലവര അപാരം തന്നെ. മണി, പവർ, പൊസിഷൻ, പവർഫുൾ ആയിട്ടുള്ള ആളുകളായിട്ടുള്ള കണക്ഷൻസ്, ഇതൊന്നും അല്ലാതെ കളരിയിലുള്ള സ്കിൽസ്. അവൻ ഇങ്ങനെ നമ്മളെക്കാളും മേലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. ജീവൻ പറഞ്ഞു. ആര് പറഞ്ഞു നമ്മളെക്കാളും മേലെ എത്തിയെന്ന്? ഇങ്ങനെയുള്ള കുറുക്ക് വഴിയിലൂടെ മേലെ എത്താൻ അവൻ പരിശ്രമിക്കട്ടെ. മേലെ നിന്ന് വീഴുമ്പോ കാണാൻ നല്ല രസമായിരിക്കും. പിടിച്ചു വലിച്ച് താഴേക്ക് ഇടാനല്ലേ ഇവിടെ നമ്മളൊക്കെ ഉള്ളത്. മഹി പറഞ്ഞു. മഹി ഇത് പറയുന്ന നേരത്തെ അവരുടെ മുഖഭാവത്തിൽ നിന്ന് വ്യക്തമാണ് അവന് അനന്തനോടുള്ള വെറുപ്പ് എത്രത്തോളം ഉണ്ടെന്ന്. സുരഭി തന്റെ ഒപ്പം വന്നിട്ടുള്ള ആ പ്രായമുള്ള മനുഷ്യനോട് പറഞ്ഞു. ഡോക്ടർ മഹാദേവൻ, നിങ്ങളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിയത് ജലന്ധരന്റെ മകൾ കൃഷ്ണപ്രിയയാണെന്ന് തിരിച്ചറിഞ്ഞതിനാൽ അവളെ ചികിത്സിച്ച് ഭേദമാക്കി ജലന്ധരന്റെ പ്രീതി നേടിയെടുക്കാനാണ്. കോളേജിൽ വച്ച് ഇന്നലെ വരെ കൃഷ്ണപ്രിയയുടെ മുഖത്ത് രോഗം ഉണ്ടായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് അത് മാറി എന്നത് എനിക്ക് ശരിക്കും അതിശയം തന്നെയാണ്. എന്നാലും ഒന്നുകൂടി അവളെ ഒന്ന് പരിശോധിച്ച ശേഷം എന്തെങ്കിലും മരുന്നൊക്കെ നൽകി അയാളുടെ വിശ്വസ്തത നേടിയെടുക്കാൻ ശ്രമിക്കേ. കാരണം ഷൺമുഖന്റെ പിറന്നാളിന് നമ്മുടെ തറവാട്ടിൽ നിന്നും അവിടേക്ക് ആരെങ്കിലും പോകുമ്പോ ഈ ജലന്ധരൻ നമ്മുടെ പക്ഷത്ത് നിൽക്കുന്നത് നല്ലതായിരിക്കും. സുരഭി മഹാദേവൻ ഡോക്ടർക്ക് നിർദ്ദേശം നൽകി. നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ പേരുകേട്ട ആയുർവേദിക് ഡോക്ടറാണ് അയാൾ. അയാൾ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും അഭിമാനത്തോടെയും സുരഭിയോട് പറഞ്ഞു. തീർച്ചയായും മാഡം, കൃഷ്ണപ്രിയയ്ക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും എനിക്കത് കണ്ടെത്താനും ചികിത്സിച്ച് ഭേദമാക്കാനും കഴിയും. ഇനി അഥവാ അവൾക്ക് ഒരു അസുഖവും ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വരുത്തി തീർത്ത് അവളുടെ അച്ഛന്റെ പ്രിയം നേടിയെടുക്കാൻ എനിക്ക് കഴിയും. അയാളുടെ മറുപടി കേട്ട അവളുടെ മുഖം തെളിഞ്ഞു. ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് സ്വരം താഴ്ത്തി അവൾ ഇങ്ങനെ ആത്മകഥം പറഞ്ഞു. രാജീവേട്ടാ, നിങ്ങൾ തിരികെ വരുമ്പോഴേക്കും ഞാൻ ഒരു സമ്മാനം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ വിവാഹ സമ്മാനം. കുറച്ചു നേരം കഴിഞ്ഞതും പാർട്ടി തുടങ്ങി എന്ന് അവരറിഞ്ഞു. അനന്തനും അരുന്ധതിയും ജഗനും ഒക്കെ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഹാളിലേക്ക് ചെന്നു. അവിടെ ജലന്ധരൻ തന്റെ മകളെയും ചേർത്ത് പിടിച്ച് ഹാളിന്റെ ഒത്ത നടുവിൽ നിൽക്കുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്ക് തന്നെ. വന്ന അതിഥികളിൽ മിക്കവരും ജലന്ധരനോട് വലിയ കൂറൊന്നുമില്ലാത്തവരായിരുന്നിട്ട് കൂടി അവർ അയാളോട് അനുഭാവം നടിച്ചു നിന്നു. ജലന്ധരനെ കണ്ടതും അവിടെ നിന്നവർ ഓരോരുത്തരായി അയാളെ പുകഴ്ത്തി പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചു. ജലന്ധരൻ സർ, അങ്ങ് സമുദ്രരാജൻ എന്നല്ലേ അറിയപ്പെടുന്നത് പോലും. അങ്ങയുടെ കപ്പൽ കടലിൽ റോന്തി ചുറ്റുമ്പോ കടൽ കഴുകന്മാര് പോലും വഴി മാറി പറക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങ് തിരിച്ചു വന്നതില് ഒരുപാട് സന്തോഷം. അതെ അതെ, 9 വർഷമായിരിക്കുന്നു അദ്ദേഹം ഇവിടെ നിന്ന് പോയിട്ട്. അക്കാലത്ത് ആചാര്യൻ ഉപേന്ദ്ര ശർമ്മന് തുല്യം എന്ന പ്രസിദ്ധി കൂടി നേടിയിട്ടാ ഇദ്ദേഹം കടൽ കടന്ന് തിരിച്ചു വന്നപ്പോ ഇങ്ങനെ ഒരു പാർട്ടി അറേഞ്ച് ചെയ്തു തന്നതിനും അതുപോലെ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചതിനും വളരെയധികം നന്ദിയുണ്ട്. മറ്റൊരാൾ പറഞ്ഞു. അതിഥികളുടെ വാക്കുകൾ കേട്ട ജലന്ധരന്റെ ഉള്ളു നിറഞ്ഞു. അയാൾ സന്തോഷത്തോടെ സംസാരിച്ചു തുടങ്ങി. വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും നാൾക്ക് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ പഴയ സ്നേഹവും ആദരവും ഇപ്പോഴും ഉണ്ടെന്നറിഞ്ഞതിൽ. ഞാനും ഈ പാർട്ടി വെച്ചത് പ്രധാനമായും എന്റെ മകളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയാ.
ഇപ്പോ നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹാദരങ്ങൾ ഭാവിയിൽ എന്റെ മകൾക്കും നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജലന്ധരൻ കൃഷ്ണപ്രിയയെ തന്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരും തന്റെ നേർക്ക് തന്നെ നോക്കുന്നത് കണ്ട കൃഷ്ണപ്രിയ ആദ്യം ഒന്ന് പരിഭ്രമിച്ചു. പിന്നെ മനസ്സിനെ പാകപ്പെടുത്തി അവൾ സംസാരിച്ചു. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. എന്റെ പേര് കൃഷ്ണപ്രിയ. വ്യാസഗിരി കോളേജില് ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്താൻ മനസ്സ് കാണിച്ച എല്ലാവർക്കും നന്ദി. അവൾ തന്റെ സോഷ്യൽ ആങ്സൈറ്റി മറച്ചു വെച്ച് അത്രയും പറഞ്ഞു. ജലന്ധരൻ സർ, ഇനി മോളുടെ കാര്യത്തില് ഒരു ടെൻഷനും വേണ്ട. അവള് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തം മകള് തന്നെയാ. ഈ നാട്ടിൽ എവിടെയും അവള് സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കും. അങ്ങയുടെ മകളെ ഞങ്ങൾ ഒരു രാജകുമാരിയായി തന്നെ കണക്കാക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി താൻ കൊണ്ടുവന്ന സമ്മാനം നൽകി. അതിനുശേഷം അവിടെ നിന്ന ഓരോരുത്തരും അവൾക്ക് കൊടുക്കാനായി കൊണ്ടുവന്ന ഗിഫ്റ്റുകൾ കൈമാറി. ഒടുവിൽ സുരഭിയും കൂട്ടരും ഗിഫ്റ്റുമായി അവളുടെ അടുത്തേക്ക് ചെന്നതും അനന്തനെ അവിടെ കണ്ട് അവരുടെ മുഖം വീണ്ടും ഇരുണ്ടു. കൃഷ്ണപ്രിയയുടെ സമീപം സർവ്വ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന അനന്തനെ കണ്ട് അവർ മുറുമുറുപ്പോടെ പരസ്പരം നോക്കി. അനന്തൻ അവിടെ ശാന്തഭാവത്തിൽ നിൽക്കുന്നുണ്ട് എങ്കിലും ജഗന്റെ മുഖത്ത് അവരോടുള്ള അമർഷം നന്നായി കാണാം. അരുന്ധതിക്ക് അവിടെ ഒരു സംഘർഷം ഉണ്ടാകും എന്ന് ഏതാണ്ട് ഉറപ്പായി. സുരഭി വേദിയിൽ വെച്ച് അനന്തനെ അപമാനിച്ചാൽ എന്തായിരിക്കും കൃഷ്ണപ്രിയയുടെ പ്രതികരണം? അധ്യായം 66. പാർട്ടിക്ക് വന്നെത്തിയ എല്ലാവർക്കും ജലന്ധരൻ തന്റെ മകളെ പരിചയപ്പെടുത്തി നൽകി. അവരോരോരുത്തരും അവൾക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. സുരഭിയും കൂട്ടരും അവൾക്ക് ഗിഫ്റ്റ് നൽകാൻ വേണ്ടി മുന്നോട്ട് ചെന്നപ്പോൾ അവളുടെ അരികിൽ നിൽക്കുന്ന അനന്തനെയും ജഗനെയും കണ്ട് അവരുടെ മുഖം വീണ്ടും മങ്ങി. ജഗൻ അപ്പോഴും അവിടെ നിന്ന് കിട്ടിയ നട്ട്സ് കുറിക്കുന്നുണ്ട്. സുരഭി അവനെ നെറ്റി ചുളിച്ചു നോക്കിയപ്പോൾ ജഗൻ അവളോട് കയ്യിലുള്ള നട്ട്സ് നീട്ടി എന്തേ വേണോ എന്ന് പരിഹാസ ഭാവത്തിൽ ചോദിച്ചു. അവൾ മുഖം കൂട്ടിക്കൊണ്ട് അവിടെ നിന്നും പോയി. ഒരുത്തനാണെങ്കിൽ ജീവിതത്തിൽ ഇന്ന് വരെ ഭക്ഷണം കണ്ടിട്ടില്ലാത്ത തരത്തിലാ പെരുമാറുന്നത്. മറ്റവന് പാർട്ടിയിൽ വരുമ്പോ ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന പൊതു മര്യാദ പോലും അറിയില്ല. ഒരു കോമൺ സെൻസും ഇല്ലാത്ത രണ്ടെണ്ണം. അനന്തനെ പോലെ ഒന്നിനെ കെട്ടി ജീവിതം തുലയ്ക്കാത്തത് എന്തുകൊണ്ട് നന്നായി. അവൾ മാറി നിന്ന് പിറുപിറുത്തു. ഈ സമയം ജലന്ധരൻ എല്ലാവരോടും കൂടി അല്പം നാടകീയമായ ഭാവത്തിൽ സംസാരിച്ചു. എന്റെ മോളെ നിങ്ങൾ എല്ലാവരും സ്വന്തം മോളെ പോലെ തന്നെ കരുതാം എന്നല്ലേ പറഞ്ഞത്? അപ്പോ കഴിഞ്ഞ ദിവസം എന്റെ മോളെ കൊല്ലാൻ നോക്കിയവരുടെ കാര്യം എങ്ങനെയാ? വെറുതെ വിടാനാണോ? അതോ? അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും കാര്യം മനസ്സിലാകാതെ പരസ്പരം നോക്കി. ജലന്ധരൻ സാറിന്റെ മകളെ കൊല്ലാൻ നോക്കിയെന്നോ? അത്രയ്ക്ക് ധൈര്യമുള്ളവരാരാ ഈ നാട്ടില്? അവർ പരസ്പരം ചോദിച്ചു. എന്റെ മകളെ കൊല്ലാൻ ശ്രമിച്ചവരെ എനിക്ക് ഇവിടെ ഇത്രയും ആളുകളുടെ മുന്നിൽ കിട്ടണം. അതൊരു ഗർജനം തന്നെയായിരുന്നു. അയാളുടെ ആജ്ഞ കേട്ടതും ആ ബംഗ്ലാവിന്റെ 4 പാട് നിന്നും കുറച്ചുപേർ അങ്ങോട്ടേക്ക് ഓടി വന്നു. അവരുടെ ഡ്രസ്സിംഗ് കണ്ടാൽ അറിയാം അവർ ജലന്ധരന്റെ ആജ്ഞാനുവർത്തികളാണെന്ന്. അവർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകളെ കണ്ടതും അനന്തന്റെ മുഖം വിടർന്നു. അതേ മണ്ണാർക്കാട് സഹോദരന്മാർ തന്നെ. അവരോടൊപ്പം മറ്റൊരാൾ കൂടിയുണ്ട്. ആലത്തൂരിലെ കള്ളച്ചന്തയുടെ ഉടയോൻ. അയാളെ കവലത്തലവൻ എന്നാണ് അവിടെയുള്ളവർ വിളിക്കുന്നത്. അയാളെ അവർ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എന്തിനാണ് എന്ന് അനന്തന് മനസ്സിലായില്ല. ഇവന്മാര് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് എന്റെ അമ്മയും മകളെയും ആലത്തൂര് ചന്തയിൽ വെച്ച് കൊല്ലാൻ ശ്രമിച്ചതാ. അവരെ നല്ലവണ്ണം ഉപദ്രവിക്കുകയും ചെയ്തു. അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോവില്ല. ജലന്ധരൻ അവരെ നോക്കി അലറി. ക്ഷമിക്കണം അങ്ങുന്നേ, ഒരു അബദ്ധം പറ്റിയതാ. ഇവിടത്തെ കുട്ടിയാണെന്നറിയാതെയാണ് അന്ന് അങ്ങനെ സംഭവിച്ചു പോയത്. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല. കവലത്തലവൻ ഭയത്തോടെ പറഞ്ഞു. അബദ്ധോ? എന്റെ അമ്മയും മകളെയും ഇത്രയും ക്രൂരമായി പൊതുസ്ഥലത്ത് വെച്ച് തല്ലി ചതച്ച് ബോധം കെടുത്തുന്നതാണോ അബദ്ധം? എന്റെ മകളായിരുന്നുവെന്ന് അറിഞ്ഞില്ലത്രേ. അപ്പോ എന്റെ കുടുംബത്തിൽപ്പെട്ടവരല്ലാത്തവരോട് നിങ്ങൾ ഇങ്ങനെ തന്നെയാവും പെരുമാറുക അല്ലേ? ജലന്ധരൻ ഉച്ചത്തോടെ ചോദിച്ചു. ശേഷം തന്റെ അനുയായികളോട് പറഞ്ഞു. ഇവന്മാരെ പിടിച്ചുകൊണ്ട് പോ. ഒരു ദയയുമില്ലാത്ത തരത്തിൽ വേണം ഇവന്മാരുടെ തലയറുക്കാൻ. അവരെ അവിടെ നിന്നും ജലന്ധരന്റെ ആളുകൾ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് കണ്ട അതിഥികൾ ഏവരും ഞെട്ടിപ്പോയി. 9 വർഷത്തിന് ശേഷം തിരികെ എത്തിയിരിക്കുന്ന ജലന്ധരൻ പഴയതിലും അധികം കഠിന ഹൃദയനും കർക്കശക്കാരനുമായി മാറിയിട്ടുണ്ട് എന്ന് അവരെല്ലാവരും ഒരു നടുക്കത്തോടെയാണ് മനസ്സിലാക്കിയത്.
എത്ര നിസ്സാരമായിട്ടാണ് അവരെയെല്ലാം കൊല്ലാൻ അയാൾ കൽപ്പിച്ചത്. ഇനി അങ്ങോട്ട് ഈ നാട് ഭരിക്കാൻ പോകുന്നത് ഇയാൾ തന്നെ ആവുമെന്ന് എല്ലാവർക്കും ഉറപ്പായി. ജലന്ധരന്റെ അഭാവത്തിൽ കഴിഞ്ഞ 8 വർഷങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന വൻമരങ്ങളെല്ലാം ഇനി വെറും മഴയത്ത് മുളച്ച ചെറു കൂണുകൾ കണക്കെ നശിക്കുമെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ സംഭവങ്ങളുടെയൊക്കെ കോളിളക്കം കെട്ടടങ്ങിയപ്പോൾ അവർ വീണ്ടും പാർട്ടിയുടെ താളത്തിൽ മുഴുകി. ഒരു വലിയ ഹാളിൽ ഒരു പ്രശസ്ത സംഘത്തിന്റെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആസ്വദിച്ചിരിക്കുകയായിരുന്നു അതിഥികൾ. കൃഷ്ണപ്രിയയുടെ കോളേജിൽ നിന്നെത്തിയവർ എല്ലാവരും ഒരു വലിയ ടേബിളിന് ചുറ്റുമായിട്ടാണ് ഇരിക്കുന്നത്. ജലന്ധരനും മകൾക്കൊപ്പം അവരുടെ അടുത്ത് തന്നെയുണ്ട്. സുരഭി തന്റെ എതിരെ ഇരിക്കുന്ന ജഗനെയും അനന്തനെയും നോക്കി മുഖം കൂട്ടിക്കൊണ്ട് അവിടെ കേൾക്കുന്ന മ്യൂസിക്കിൽ ശ്രദ്ധ കൊടുക്കാൻ ശ്രമിച്ചു. അല്പം വൈൻ ഉള്ളിലേക്ക് ചെന്നപ്പോൾ തന്നെ കൃഷ്ണപ്രിയയ്ക്ക് അത് തലയ്ക്ക് പിടിച്ചു. അവൾക്ക് അത്ര നേരത്തെ ഉൾവലിയൽ സ്വഭാവം മാറി അല്പം ധൈര്യം കൈവന്നതുപോലെ തോന്നി. എന്നിരുന്നാലും വൈനിന്റെ ഫലം എന്നോണം സംസാരിക്കുമ്പോൾ അവളുടെ നാവ് അല്പം കുഴഞ്ഞിരുന്നു. അച്ഛ, ഇന്ന് ഞാൻ എത്ര ഹാപ്പിയാണോ. എൻ്റെ കോളേജിൽ നിന്ന് ഇവരെല്ലാവരും വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആര് വന്നപ്പോൾ ഏറ്റവും സന്തോഷം തോന്നിയെന്നറിയാം. അച്ഛനെ അറിയാവുന്നേ. അയാളോട് ഞാൻ മിണ്ടാൻ ശ്രമിക്കുമ്പോൾ പോലും ഭയമായിരുന്നു മനസ്സിൽ. കോളേജിൽ എൻ്റെ മനസ്സ് കീഴടക്കിയ ഒരേ ഒരാൾ. കൃഷ്ണപ്രിയ പറയുന്നത് കേട്ട് മഹിയും ഹർഷനും പരസ്പരം നോക്കി. അവർ രണ്ടാളും എങ്ങനെയെങ്കിലും കൃഷ്ണപ്രിയയുമായി അടുപ്പം സ്ഥാപിക്കണമെന്ന് ഉറപ്പിച്ചു വന്നതാണ്. അവൾക്ക് കോളേജിൽ ആരും ഇതുവരെ സൗഹൃദത്തോടെ പെരുമാറാത്തതിന്റെ നല്ല വിഷമമുണ്ട് എന്ന് മനസ്സിലായ അവർ ഈ സാഹചര്യം മുതലാക്കി മെല്ലെ അവളുമായി ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാം എന്ന് കരുതി. പക്ഷേ അപ്പോഴും ആകെയുള്ള ഒരു സൗഹൃദം, അവളുടെ മനസ്സ് കീഴടക്കിയ ആ വ്യക്തി ആരാണ് എന്ന ചിന്ത അവരെ അലട്ടി. ആഹാ, കൃഷ്ണപ്രിയക്ക് കോളേജിൽ ഒരു ക്രഷ്. കൊള്ളാലോ. ആരാ ആള്? ഹർഷനോ അതോ മഹിയോ? എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ ഏതായാലും കോളേജിൽ പാട്ടാകാനൊന്നും പോകുന്നില്ല. സുരഭി അവളോട് ഇല്ലാത്ത സൗഹൃദം നടിച്ചു പറഞ്ഞു. കോളേജിലെ മിക്ക പെൺകുട്ടികളും ഹർഷന്റെയും മഹിയുടെയും പിന്നാലെയാണ്. അതാണ് സുരഭി അവരുടെ പേരെടുത്ത് ചോദിച്ചത്. അനന്തനെ അവൾ പോലും ഒരിക്കൽ റിജക്ട് ചെയ്തതായതുകൊണ്ട് തന്നെ മറ്റു പെൺകുട്ടികളൊക്കെ അവനെ ആഗ്രഹിക്കുമെന്ന് അവൾ തമാശയ്ക്ക് പോലും ചിന്തിക്കുന്നില്ല. അത്രയും വില കുറച്ചാണ് അവൾ അനന്തനെ കാണുന്നത്. കൃഷ്ണപ്രിയ ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട് സുരഭി വീണ്ടും സംസാരിച്ചു. ഹർഷനും മഹിയും 2 പേർക്കും കൃഷ്ണപ്രിയയെ വലിയ കാര്യമാണ്. അവൾക്ക് കോളേജിൽ ആരോടും കൂട്ടില്ല എന്ന നല്ല സങ്കടമുണ്ട്. ഇനി മുതലും നിങ്ങൾ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. സുരഭി അവർക്ക് 2 ആൾക്കും കൃഷ്ണപ്രിയയുമായി അടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തു. പിന്നെന്താ, ഞാൻ കോളേജിലെ യൂണിയൻ പ്രസിഡന്റ് അല്ലേ. എനിക്ക് എല്ലാ കുട്ടികളുടെയും കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലേ പറ്റൂ. കൃഷ്ണ ഇപ്പോ F ബ്ലോക്കിലായതുകൊണ്ട് ക്ലാസ് ഒന്നും എഫക്റ്റീവ് ആവില്ല എന്ന് എനിക്കറിയാം. സാരമില്ല, എക്സാം ഒക്കെ ആവുമ്പോ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്ത് നോട്ട്സ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, മഹി പറഞ്ഞു. മഹി മാത്രമല്ല, ഇനി കൃഷ്ണയെ സപ്പോർട്ട് ചെയ്യാൻ ഞാനും ഉണ്ട്. ഞാൻ മഹിയെ പോലെ പഠിത്തത്തിൽ അത്ര ഗെയിമനൊന്നും അല്ല. എന്നാലും ബാസ്കറ്റ് ബോളിലും സ്പോർട്സിലും ഒക്കെ താൻ എന്നോടൊപ്പം കൂടിക്കോളൂ. അല്ലെങ്കിലും ആരോടും മിണ്ടാതെ എപ്പോഴും ക്ലാസ്സിൽ തന്നെ ഇരിപ്പല്ലേ. ഇനി നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റാം, ഹർഷൻ പറഞ്ഞു. കൃഷ്ണപ്രിയ 2 പേരെയും വല്ലാത്ത രീതിയിൽ ഒന്ന് നോക്കി. അവരെന്തിനാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. അവൾക്ക് ചെറിയ മുഷിപ്പ് തോന്നി അവരുടെ സംസാരത്തിൽ. ഇനി കൃഷ്ണ തന്നെ പറഞ്ഞോളൂ, പഠിച്ച റാങ്ക് എടുത്ത് സ്റ്റാർ ആവുന്നോ അതോ നല്ലൊരു ബാസ്കറ്റ് ബോൾ ചാമ്പ്യൻ ആവുന്നോ? ആരോടൊപ്പം കൂടാനാ താല്പര്യം? കൃഷ്ണപ്രിയയ്ക്ക് ആരെയാണ് ഇഷ്ടമെന്നത് സുരഭി വളച്ചു ചുറ്റി ചോദിച്ചു. അവരുടെ സംസാരം അസഹനീയമായപ്പോൾ കൃഷ്ണപ്രിയ എഴുന്നേറ്റു. അവൾ നടന്ന് അനന്തന്റെ കസേരയ്ക്ക് അടുത്തു വന്നു. എന്നിട്ട് പറഞ്ഞു, നന്ദിയുണ്ട്. എനിക്ക് ഇതുവരെ ചെയ്തു തന്ന എല്ലാ സഹായത്തിനും, എന്നോട് കൂട്ടുകൂടിയതിനും, എന്റെ ജീവൻ രക്ഷിച്ചതിനും എല്ലാം. എന്റെ ജീവിതം മാറ്റിമറിച്ചത് തന്നെ താനാ. എന്റെ ജീവിതത്തിൽ എന്നും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി അനന്തൻ തന്നെയായിരിക്കും. ഭാവിയിൽ എനിക്ക് പഠനത്തിലായാലും മറ്റെന്ത് കാര്യത്തിലായാലും ഒരു സഹായം വേണ്ടി വന്നാൽ ഞാൻ അനന്തനോടായിരിക്കും ചോദിക്കുക. എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. അവൾ ആദ്യമായാണ് ഇത്രയും തുറന്ന് സംസാരിക്കുന്നതായി അനന്തൻ കാണുന്നത്. അതിന്റെ ഒരു റിയാക്ഷൻ അവന്റെ മുഖത്ത് കാണാം. അനന്തൻ പുഞ്ചിരിയോടെ തന്നെ മറുപടി നൽകി. പിന്നെന്താ, നീ എന്നും എന്റെ ഫ്രണ്ടായിരിക്കും. നിനക്ക് എന്ത് ആവശ്യം വന്നാലും ധൈര്യമായിട്ട് എന്റെ അടുത്തേക്ക് വരാം. അനന്തൻ അത് പറഞ്ഞു തീർന്നതും അവൾ അവനെ കെട്ടിപ്പിടിച്ചു. സുരഭിയും മഹിയും ഹർഷനും എല്ലാവരും കൃഷ്ണപ്രിയയുടെ ഈ പ്രവൃത്തിയിൽ ഞെട്ടി. അനന്തനെ പറ്റിയായിരുന്നു അവൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് സുരഭിക്ക് ഉൾക്കൊള്ളാൻ പോലും പ്രയാസമായിരുന്നു. അല്പം ലഹരി തലയ്ക്ക് പിടിച്ചത് കാരണം കൃഷ്ണപ്രിയ അറിയാതെയാണ്
അനന്തനെ കെട്ടിപ്പിടിച്ചതെങ്കിലും അവൾക്ക് അവനോടുള്ള പ്രണയം ഇപ്പോൾ പകൽ പോലെ വ്യക്തമാണ്. ഇത് കണ്ട ഹർഷനും മഹിയും മുന്നിൽ ഒരു ചീട്ടു കൊട്ടാരം തകർന്നു വീഴുന്നതറിഞ്ഞു. അവർ രണ്ടാളും ഇങ്ങോട്ട് വന്നത് തന്നെ കൃഷ്ണയെ സ്വന്തമാക്കി ജലന്ധരന്റെ മരുമകനാവാനുള്ള പദ്ധതികൾ മനസ്സിൽ കണ്ടുകൊണ്ടായിരുന്നു. ഇരുവരും തങ്ങളുടെ പഴയ ഗേൾ ഫ്രണ്ട്സിനെ വളയ്ക്കാൻ ഉപയോഗിച്ച മാർഗങ്ങളൊക്കെ തന്നെ ഇവിടെയും പ്രയോഗിക്കാമെന്നും കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് കൃഷ്ണപ്രിയയുടെ മനസ്സിൽ അനന്തനാണ് എന്നറിഞ്ഞ അവർക്ക് സ്വയം വല്ലാത്ത ലജ്ജ തോന്നി. വീണ്ടും അനന്തന്റെ മുന്നിൽ ചെറുതാവുന്നത് പോലെ. കൃഷ്ണപ്രിയയെ നഷ്ടപ്പെട്ടതിലുപരി എന്ത് കണ്ടിട്ടാണ് അവൾ അനന്തനെ പോലെ ഒരാളെ സ്നേഹിച്ചത് എന്ന കോംപ്ലക്സ് ചിന്തയാണ് രണ്ടുപേരുടെയും മനസ്സിലിപ്പോൾ. ഇത് കണ്ട് അസ്വസ്ഥതയോടെ സുരഭി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മുഖത്ത് പ്രസന്നത വരുത്തി ഒരു നല്ല കൂട്ടുകാരിയുടെ സ്വരത്തിൽ കൃഷ്ണയോട് സംസാരിച്ചു. മതി കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ചത്. എന്താ കൃഷ്ണ ഇത്? എല്ലാവരും ഉള്ളതല്ലേ? നീ ഹൈ ആണെന്നാ തോന്നുന്നത്. നിനക്ക് ആരെയെങ്കിലും കെട്ടിപ്പിടിക്കണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ നീ എന്നെ കെട്ടിപ്പിടിച്ചോ. വെറുതെ അനന്തന് നാളെ കോളേജിലെ ഗോസിപ്പ് കേൾപ്പിക്കണ്ട. ലഹരിയിലായിരുന്നുവെങ്കിലും ഉള്ളിൽ അല്പം ബോധം ബാക്കി നിന്ന കൃഷ്ണയ്ക്ക് സുരഭി പറഞ്ഞത് കേട്ട് ചമ്മൽ തോന്നി. അവൾ താൻ ചെയ്തതോർത്ത് അനന്തന്റെ മുഖത്ത് നോക്കാനുള്ള മടിയോടെ സുരഭിയുടെ ചുമലിലേക്ക് മുഖം പൊത്തി. ഇതൊക്കെ സംഭവിച്ചിട്ടും അനന്തന് യാതൊരു ഭാവമാറ്റവുമില്ല. അവൻ സ്വാഭാവികത കൈവിടാതെ തന്നെ സംസാരിച്ചു. സോറി പ്രിയ, ഞാൻ തനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവന്നില്ല. പ്രതീക്ഷിക്കാതെ ഇൻവിറ്റേഷൻ കണ്ടപ്പോ എടിപിടിയെന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ എന്താ ഫംഗ്ഷൻ എന്ന് പോലും വന്നു കഴിഞ്ഞിട്ടാ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തനിക്കൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അനന്തൻ നിരാശയോടെ പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല, അനന്തൻ വന്നല്ലോ, അത് തന്നെ എനിക്ക് ഒത്തിരി സന്തോഷം. അവൾ അല്പം നാണത്തോടെയാണ് അത് പറഞ്ഞത്. അവൾക്ക് മാത്രമല്ല, എനിക്കും വളരെ സന്തോഷമുണ്ട് താൻ വന്നതിന്. എന്റെ മോൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്കും തന്നോട് തീർത്താൽ തീരാത്ത നന്ദിയും കടപ്പാടും ഒക്കെ ഉണ്ട്. അത് പറയുമ്പോൾ ജലന്ധരന്റെ കണ്ണുകളിലും അനന്തനോടുള്ള ആത്മാർത്ഥമായ നന്ദി കാണാമായിരുന്നു. ഏയ് നിങ്ങളെല്ലാവരും ഇങ്ങനെ മാറി മാറി നന്ദി പറയാൻ അതിനും മാത്രം ഞാൻ എന്താ ചെയ്തേ? അനന്തൻ ശാന്തമായി ചോദിച്ചു. അതിന് ജലന്ധരൻ ഒരു ചിരിയാണ് മറുപടിയായി നൽകിയത്. എനിക്ക് തന്നോട് പേഴ്സണലായിട്ട് അല്പം സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് പാർട്ടി കഴിഞ്ഞ് അല്പനേരം എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. അനന്തന് വേറെ തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ? ജലന്ധരൻ ചോദിച്ചു. അവൻ അതിന് സമ്മതം മൂളി. ജലന്ധരൻ പറഞ്ഞത് കേട്ട് സുരഭിയും മഹിയും ഹർഷനും പരസ്പരം നോക്കി. അവർക്കറിയാം അനന്തനോട് ജലന്ധരൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും കൃഷ്ണപ്രിയയുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ ആകുമെന്ന്. അവർ വല്ലാതെ അസ്വസ്ഥരായി. സുരഭിയും ഫ്രണ്ട്സും മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന മറ്റ് അതിഥികളും നല്ല കൂർമ്മ ബുദ്ധിക്കാർ തന്നെയായിരുന്നു. അവരും ജലന്ധരൻ അനന്തനോട് കാണിക്കുന്ന അമിത സ്വാതന്ത്ര്യവും സ്നേഹവും ശ്രദ്ധിക്കുന്നുണ്ട്. അനന്തനെ ചിലപ്പോൾ ഭാവി മരുമകനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാകാമെന്ന് അവരുടെ ഇടയിലും ചർച്ചകൾ നടന്നു കഴിഞ്ഞു ഇതിനോടകം. അയാൾക്ക് ഒറ്റ മകളായതിനാൽ തന്നെ ജലന്ധരന്റെ മരുമകനായി വരുന്ന ആൾ ആരായാലും അയാളുടെ തലവര തെളിഞ്ഞു എന്നൊരു ശ്രുതി പരക്കെ ഉള്ളതാണ്. അനന്തനോട് എന്താവും അയാൾക്ക് സംസാരിക്കാൻ ഉണ്ടാവുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. എന്തായിരിക്കും ജലന്ധരന് അനന്തനോട് പറയാനുണ്ടാവുക? അധ്യായം 67. പാർട്ടിക്ക് വന്ന ശേഷം അനന്തനോട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് ജലന്ധരൻ പറഞ്ഞത് സുരഭിക്കും ഫ്രണ്ട്സിനും മാത്രമല്ല, അവിടെ ഇരുന്ന് ഭൂരിഭാഗം ആളുകളിലും അസ്വസ്ഥതയുണ്ടാക്കി. അനന്തനുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് നല്ലതാണെന്ന് ചിന്തിച്ച് ഓരോരുത്തരായി വന്ന് അവനോട് സംസാരിച്ചു. പക്ഷേ അനന്തൻ അപ്പോഴെല്ലാം അരോചകമായി തോന്നിയത് വരുന്നവരെല്ലാം പരിചയപ്പെടുന്നതിനോടൊപ്പം അനന്തന് ഒരു വൈൻ കൂടി ഓഫർ ചെയ്യുന്നതാണ്. ഓരോരുത്തരോടും വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് അവന് ഭ്രാന്ത് പിടിച്ചു. പക്ഷേ നമ്മുടെ ജഗൻ അവിടെ ഉണ്ടല്ലോ. അനന്തന് ആര് വൈൻ ഓഫർ ചെയ്താലും ജഗൻ അതിനിടയിലേക്ക് കയറി അവരുടെ കയ്യിൽ നിന്നും വൈൻ വാങ്ങിച്ചു കുടിക്കും. ജഗന് നന്നേ മനസ്സിലായിട്ടുണ്ട് എല്ലാവരും കൂടി അനന്തനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന്. അതിനാൽ അവൻ ഇങ്ങനെ പറഞ്ഞു. എന്താ ഇത്? എല്ലാവരും കൂടി അനന്തൻ ഇങ്ങനെ വൈൻ കൊടുത്ത് സ്നേഹിച്ച അവന് ബുദ്ധിമുട്ടാവില്ലേ? ഒന്നാമത് ജലന്ധരൻ സാർ കാര്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞതാ. അപ്പൊ പിന്നെ എങ്ങനെയാ ഡ്രിങ്ക്സ് കഴിച്ച് ബോധമില്ലാതെ നടക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, അനന്തന് കൊടുക്കാനുള്ള ഡ്രിങ്ക്സ് എല്ലാം എനിക്ക് തന്നേക്ക്, ഞാൻ കുടിച്ചു തീർത്തോളാന്നേ. എനിക്കാവുമ്പോ ഇനി കുറച്ചു നേരം ബോധമില്ലാതെ നടന്നാലും ഒന്നും പറ്റാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇങ്ങ് തന്നേക്ക്.
ജഗൻ അതും പറഞ്ഞ് അടുത്ത ഒരാളിന്റെ കയ്യിലിരുന്ന വൈൻ കൂടി വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു. അവരുടെ ഇടയിൽ തമാശയും കോമാളിത്തരവുമായി ജഗൻ ഇടപെട്ടതുകൊണ്ട് അനന്തന് അല്പം ആശ്വാസം ലഭിച്ചു. സമയം ഇങ്ങനെ കടന്നുപോയി. നേരം ഇരുട്ടുന്നത് വരെ പാർട്ടി തുടർന്നു. ഇരുട്ട് വീണപ്പോഴാണ് ഓരോരുത്തരായി തിരിച്ചു പോകാനായി ഇറങ്ങിയത്. അവിടെ ആളൊഴിഞ്ഞ ശേഷം അനന്തൻ ജലന്ധരന്റെ മുറിക്ക് മുന്നിലെത്തി. അയാൾ അവിടെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ച് നിൽക്കുന്നതാണ് അനന്തൻ കണ്ടത്. അകത്തേക്ക് വന്നോട്ടെ, അനന്തൻ വാതിലിൽ തട്ടുന്നതിനൊപ്പം ചോദിച്ചു. അയാൾ പുറം തിരിഞ്ഞു നോക്കി. വരൂ അനന്ത. അയാൾ അവനെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ വെറുതെ ഇവിടെ ഇങ്ങനെ ഓരോ ചിന്തകളുമായിട്ട് നിൽക്കായിരുന്നു. ആ, അനന്തൻ പറയും, താൻ എന്താ ഈ ജനാലകളിലൂടെ നോക്കുമ്പോൾ പുറത്ത് കാണുന്നത്? അയാൾ അനന്തനെ ജനാലയ്ക്ക് സമീപത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു. അതിപ്പോ ആയിരക്കണക്കിന് വീടുകൾ എല്ലാം രാത്രി ലൈറ്റിൽ തിളങ്ങുന്നുണ്ട്, അനന്തൻ പറഞ്ഞു. ഇരുട്ടിൽ തിളങ്ങുന്ന വീടുകൾ മാത്രമേ അനന്തൻ കാണുന്നുള്ളൂ? അയാൾ വീണ്ടും ചോദിച്ചു. അനന്തൻ ഒന്നും മനസ്സിലാകാതെ അയാളെ നോക്കി. നോക്കാനന്ത, ഇതൊരു വലിയ നഗരം. ഈ ജനാലയ്ക്കപ്പുറം ദൂരെ തീപ്പെട്ടിക്കൂടുകൾ പോലെ കാണപ്പെടുന്ന വീടുകൾക്കപ്പുറം പലതും ഈ നാട്ടിലുണ്ട്. ഉറുമ്പിനോളം നിസാരരായ മനുഷ്യർ മുതൽ ഈ ഭൂമിയെപ്പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള സമർത്ഥരായ ആചാര്യന്മാര് വരെ നമുക്ക് ചുറ്റുമുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമുക്ക് നേടാൻ കഴിയാത്തതായും പലതുമുണ്ട്. അതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ സ്വപ്നങ്ങൾ കാണാൻ. ജലന്ധരൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അനന്തൻ ഇടയ്ക്ക് കയറി. സാറിന്റെ മനസ്സിൽ ഞാനും കൃഷ്ണപ്രിയയുമായി എന്തെങ്കിലും, അതാണോ സാർ ഇങ്ങനെ പറയുന്നത്? അനന്തൻ ചോദിച്ചു. ജലന്ധരന് അനന്തന്റെ സംസാര രീതി ഒരുപാട് ഇഷ്ടമായി. ഇത്രയും ധൈര്യത്തോടെ തുറന്ന് സംസാരിക്കാനുള്ള കഴിവ് എല്ലാവരിലും കാണാൻ കഴിയില്ല എന്നയാൾ ഓർത്തു. പക്ഷേ വിഷയം തന്റെ മകളെ ചുറ്റിപ്പറ്റി ആയതിനാൽ അയാൾ ഗൗരവം വെടിഞ്ഞില്ല. അതെ, ഞാൻ അത് തന്നെയാ ഉദ്ദേശിച്ചത്. എന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് എന്റെ മകളെ സ്വന്തമാക്കാൻ ഒത്തിരി പേര് വരുമെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എന്റെ മരുമകനായി വരാൻ ആഗ്രഹിക്കുന്നത് അതിശക്തനും ബുദ്ധിമാനുമായ ഒരു വീരനെയാണ്. അവൾ എന്റെ മകളാണെന്ന് അറിയുന്നതിന് മുൻപ് തന്നെ നീയും അവളുമായി നല്ല സൗഹൃദം ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ട് എന്റെ മകളിൽ നിന്നും അല്പം അകലം പാലിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കാം. ജലന്ധരൻ ശാന്തമായ സ്വരത്തിലാണത് പറഞ്ഞതെങ്കിലും അതിൽ ഒരു ഭീഷണിയുടെ ധ്വനിയുണ്ടെന്ന് അനന്തന് തോന്നി. എന്താ, എന്നെ ഭീഷണിപ്പെടുത്താണോ? അനന്തൻ ചോദിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അങ്ങനെ. പക്ഷെ ഒരിക്കലും ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തണമെന്നോ ദ്രോഹിക്കണമെന്നോ ആഗ്രഹിച്ചിട്ടില്ല. കാരണം നീയാണ് എന്റെ മകളെ ചികിത്സിച്ച് ഭേദമാക്കി അവൾക്കൊരു പുതുജീവൻ നൽകിയത്. അതുപോലെ തന്നെ നീ കാരണമാണ് എനിക്ക് ഇത്രയും കാലത്തിന് ശേഷം ഇവിടേക്ക് തിരികെ വരാനും എന്റെ മോളെ ഒന്ന് കാണാനും അവസരം ലഭിച്ചത്. നിന്നെ ഒന്ന് ഇവിടേക്ക് ക്ഷണിച്ചതും ഭീഷണിപ്പെടുത്താനോ പേടിപ്പിക്കാനോ വേണ്ടിയല്ല. പൂർണ്ണ മനസ്സോടെ അതിഥിയായിട്ട് തന്നെയാണ്. എനിക്ക് നിന്നോട് എന്നെന്നും കടപ്പാടുണ്ടായിരിക്കും. ഭാവിയിൽ എന്താവശ്യമുണ്ടെങ്കിലും ഒരു മടിയും കൂടാതെ എന്നെ സമീപിക്കാനുള്ള സ്വാതന്ത്ര്യവും നിനക്കുണ്ട്. പക്ഷേ എന്റെ മകളുടെ കാര്യത്തിൽ അതിൽ മാത്രമാണ് ഞാൻ നിനക്കൊരു നിയന്ത്രണം കൽപ്പിച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായും ഒരു അച്ഛന്റെ അവകാശമാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അനന്തൻ അയാൾ പറയുന്നതെല്ലാം ശാന്തമായി തന്നെ കേട്ടു നിന്നു. അയാൾ ഒന്ന് നിർത്തി അല്പസമയം ആലോചിച്ച ശേഷം ഇത്രയും കൂടി പറഞ്ഞു. എന്റെ മകളെ സ്വന്തമാക്കാൻ യോഗ്യതയുണ്ടെന്ന് ഞാൻ കരുതുന്ന 3 പേരേ ഉള്ളൂ ഈ നാട്ടിൽ. അവരിൽ ഒരാൾക്ക് മാത്രമേ ഞാൻ ഭാവിയിൽ കൃഷ്ണയെ കൈപിടിച്ച് ഏൽപ്പിക്കൂ. അതിലൊരാൾ കൈമൾ കുടുംബത്തിലെ ഇളയ ആൺതരി നിരഞ്ജൻ. അവൻ ചെറുപ്പം മുതലേ തന്നെ കളരിയും കൈപ്പോരും ഒക്കെ പഠിച്ചു തെളിഞ്ഞവനാണ്. അവന്റെ പാരമ്പര്യവും മോശമല്ല. രണ്ടാമത് എന്റെ മനസ്സിലുള്ളത് യദു ഭാർഗവനാണ്, ഭാർഗവ ഗ്രൂപ്പിന്റെ അനന്തരാവകാശി. ഇപ്പോ അവന്റെ പെങ്ങൾ പല്ലവി ഭാർഗവനാണ് എല്ലാം നോക്കി നടത്തുന്നതെങ്കിലും വൈകാതെ എല്ലാം അവനിലേക്ക് തന്നെ വന്നു ചേരും. എന്റെ മോൾ അതുപോലെ ഒരു പ്രൗഢഗംഭീരമായ വീട്ടിലേക്ക് വലങ്കാല് വെച്ച് കയറണമെന്നാണ് എന്റെ ആഗ്രഹം. ഇനി എന്റെ മനസ്സിലെ 3ാമത്തെ ഓപ്ഷൻ, അത് വർമ്മ കുടുംബത്തിൽ നിന്ന്. പക്ഷെ കേട്ടിട്ട് തെറ്റിദ്ധരിക്കണ്ട, നീയല്ല എന്റെ മനസ്സിലുള്ളത്. അവൻ രാജീവ് വർമ്മ. അടുത്തതായി മഹാഗുരുപ്പട്ടം നേടുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ ഭാവി അവകാശി. ആളൊരു മിടുക്കനാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പഠിച്ചിരുന്ന കാലത്ത് റാങ്ക് ഹോൾഡർ. ഇപ്പോൾ സുരഭിയും രാജീവും തമ്മിലുള്ള എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ എന്റെ ഫസ്റ്റ് ഓപ്ഷൻ രാജീവ് വർമ്മ തന്നെ ആകുമായിരുന്നു. ജലന്ധരൻ പറഞ്ഞു.
ഇതെല്ലാം കേട്ടു നിന്ന അനന്തന്റെ ചുണ്ടിൽ ഒരു പരിഹാസ ചിരി തെളിഞ്ഞു. അവൻ യാതൊരു മടിയും കൂടാതെ അയാളോട് ചോദിച്ചു, അപ്പോ നിങ്ങളുടെ കണ്ണ് ബിസിനസ്സിലും കളരിപ്പയറ്റിലും ആയുർവേദത്തിലും ഒരുപോലെ പതിഞ്ഞിട്ടുണ്ട് അല്ലേ? അനന്തൻ അല്പം തമാശ കലർത്തി ചോദിച്ചു. നിനക്കെന്റെ പോയിന്റ് മനസ്സിലായി, സന്തോഷം. നീ ചെറുപ്പത്തിലെ തന്നെ കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളർന്നതുകൊണ്ടാവും പ്രായത്തിൽ കവിഞ്ഞ പക്വതയുണ്ട്. എന്നിരുന്നാലും ഞാൻ മേൽപ്പറഞ്ഞ പയ്യന്മാർക്ക് തുല്യമാവില്ല നീ. അതിന് വർഷങ്ങളുടെ പ്രാഗൽഭ്യം വേണം, പിന്നെ പാരമ്പര്യവും പ്രതാപവും. അല്ലെങ്കിൽ നീ അവരെക്കാൾ കേമനാണെന്ന് തെളിയിക്കേണ്ടി വരും. ജലന്ധരൻ പറഞ്ഞു. പിന്നെ ഞാൻ അറിഞ്ഞു നീ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കി രക്ഷപ്പെടാൻ നന്നായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന്. പക്ഷേ നിനക്ക് ബിസിനസ് ചെയ്ത് കയറി വരാൻ പോലുമുള്ള സാഹചര്യം നിലവിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തറവാട്ടിൽ നിന്ന് പുറത്താക്കിയില്ലായിരുന്നുവെങ്കിൽ ഭാവിയിൽ നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിന്റെ അവകാശിയായി മാറി നിനക്ക് നിന്റെ സ്വപ്നങ്ങൾ നേടിയെടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോ നിന്റെ സ്വപ്നങ്ങൾക്ക് അതിമോഹം എന്ന പേരായിരിക്കും ചേരുക. അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. ഞാൻ നിന്നോട് ഈ ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കാൻ പറഞ്ഞില്ലേ? അപ്പൊ നിനക്ക് കാണാൻ കഴിഞ്ഞത് ആ കുഞ്ഞ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന വീടുകൾ മാത്രം. അതിനൊരു കാരണമുണ്ട്, നീയും അവരിൽ ഒരാളാണ്. പക്ഷെ എനിക്ക് വേണ്ടത് ഈ നാട് മുഴുവൻ പ്രകാശിക്കുന്ന തരം ദീപങ്ങളെയാണ്. ആ സ്ഥാനത്തേക്ക് ഉയരാൻ നിനക്ക് കഴിയില്ല. ഒരച്ഛന്റെ ആവലാതികളുടെ അടിസ്ഥാനത്തിലാണ് ജലന്ധരൻ സംസാരിക്കുന്നതെങ്കിലും അയാൾ പറഞ്ഞ ഓരോ വാചകങ്ങളും അനന്തനെ താഴ്ത്തിക്കെട്ടാൻ തക്കതായിരുന്നു. അവന് നന്നേ ദേഷ്യം തോന്നി. ഈ ഒരു വിരുന്നിനെ വിളിച്ചു വരുത്തി ഇത്രയും നേരം മാന്യമായി പെരുമാറിയിട്ട് പോകുന്നതിന് മുൻപ് ഇങ്ങനെ ഒരു അപമാനം അവൻ ഉൾക്കൊള്ളാൻ പ്രയാസമായിരുന്നു. ഇവിടെയും തനിക്ക് കാശുള്ള വീട്ടിലെ പെൺകുട്ടികളെ പാട്ടിലാക്കി ചുളവിൽ പണക്കാരനാവാൻ നടക്കുന്ന ഒരു വായി നോക്കി പയ്യന്റെ ഇമേജ് ആണ് എന്നതിൽ അവന് നന്നേ ദേഷ്യം തോന്നി. പക്ഷേ കഴിവതും ദേഷ്യം അടക്കി പിടിച്ച് മറുപടി പറയാൻ അവൻ ശ്രമിച്ചു. കൃഷ്ണപ്രിയയ്ക്കും ഇതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? അനന്തന്റെ ആ ചോദ്യം കേട്ടതും അയാളുടെ മുഖഭാവം മാറി. അവളുടെ അഭിപ്രായം നീ എന്തിന് അന്വേഷിക്കണം? നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവളുടെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. എന്റെ മകളാണ് അവള്. ഇനി നിന്റെയെന്നല്ല ഒരാളുടെയും ഒരു സഹായവും അവൾക്ക് ആവശ്യമില്ല. അയാൾ ദേഷ്യത്തോടെ പറഞ്ഞു. നിങ്ങളുടെ മകളുടെ അഭിപ്രായം എന്തായാലും അതിലെനിക്ക് വലിയ റോളൊന്നുമില്ല. ഞാൻ ചോദിച്ചത് അവളുടെ കല്യാണക്കാര്യത്തിൽ അവൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടാകുമോ എന്നാണ്. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് നിങ്ങൾ അംഗീകരിക്കുമോ എന്ന്. വെറുതെ ഒരു ക്യൂരിയോസിറ്റിയുടെ മേൽ ചോദിച്ചു എന്നേ ഉള്ളൂ. അതുപോട്ടെ, നിങ്ങൾക്ക് വേണ്ടത് ഈ നാട് മുഴുവൻ പ്രകാശിക്കുന്ന ദീപങ്ങളിൽ ഒന്നിനെയല്ലേ? അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ഒരിക്കലും അവർക്ക് തുല്യമാകില്ല എന്ന് പറഞ്ഞതും 100% ശരി തന്നെ. കാരണം ഞാൻ ആകാശത്ത് തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രന് സമമാണ്, ഒരു ഗ്രാമത്തിനല്ല. ഈ ഭൂമിക്ക് മുഴുവൻ പ്രകാശം നൽകാൻ മാത്രം പ്രാപ്തിയുള്ളവനാണ് ഞാൻ. അതൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കാം. വരട്ടെ, സമയാവട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അനന്തൻ അവിടെ നിന്ന് പോകാനൊരുങ്ങി. ജലന്ധരന് അനന്തന്റെ മറുപടി കേട്ട് കോപം ഇരച്ചു കയറി. ഇന്നുവരെ തന്നോട് ഇങ്ങനെ ധിക്കാരപൂർവം ആരും സംസാരിച്ചിട്ടില്ല എന്ന് അയാൾ ഓർത്തു. അനന്തനോട് അയാൾ വീണ്ടും കയർത്ത് സംസാരിക്കുന്നതിനിടെയാണ് കൃഷ്ണപ്രിയ അവിടേക്ക് വന്നത്. അച്ഛ, എന്ത് ഇത്ര നേരം സംസാരിക്കാനുള്ളത്? എല്ലാവരും പോയല്ലോ, ഇതുവരെ സംസാരിച്ചു കഴിഞ്ഞില്ലേ? അവൾ ചോദിച്ചു. മകളെ കണ്ടതും ഞൊടിയിടയിൽ അയാളുടെ മുഖഭാവം മാറി. അയാൾ നിറഞ്ഞ പുഞ്ചിരിയോടെ സംസാരിച്ചു. ആ, അതോ, ഞാൻ നിന്റെ കൂട്ടുകാരനോട് നിന്നെ കോളേജിൽ വെച്ച് നന്നായി ശ്രദ്ധിക്കണേ എന്ന് പറയുമായിരുന്നു അല്ലേ അനന്ത? അയാൾ മകൾക്ക് മുന്നിൽ അവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്ന് ഭാവിച്ചു. എന്താ അച്ഛാ, ഇത് പറയാനാണോ ഇത്രയും രാത്രിയായിട്ടും അനന്തനെ വിടാതെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്? മതി സംസാരിച്ചത്, അനന്തം പൊയ്ക്കോട്ടെ. അവൾ പുറത്തെ ഇരുട്ട് നോക്കിയിട്ട് വീണ്ടും തുടർന്നു. അല്ലെങ്കിൽ അച്ഛാ, അനന്തന്റെ ഫ്രണ്ട് അല്പം കൂടുതൽ കഴിച്ച് ബോധം പോലും ഇല്ലാത്ത അവസ്ഥയില. അനന്തനും ജഗനും അരുന്ധതിയും ഇന്ന് ഇവിടെ നിന്നോട്ടച്ച, ഇവിടെ ഒരുപാട് മുറികളുള്ളതല്ലേ? അവൾ ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ടെന്നേ, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങാം. പിന്നെ ഇന്നത്തെ പാർട്ടി കൊള്ളായിരുന്നു കേട്ടോ, ഭംഗിയായെല്ലാം. അവൻ അവളോട് സന്തോഷത്തോടെ തന്നെ സംസാരിച്ചു. ജഗന് നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായതിനാൽ അവനെ ജോലിക്കാർ താങ്ങിപ്പിടിച്ചാണ് കാറിനരികിലേക്ക് കൊണ്ടുവന്നത്. ആ പഞ്ചമുഖി നാഗത്തിന്റെ ശക്തിയുള്ള മരുന്ന് കഴിച്ചതിന്റെ ഫലമായി അവന് നല്ല ആരോഗ്യം വെച്ചിട്ടുണ്ട്. അതിനാൽ ജോലിക്കാർക്കൊന്നും തന്നെ അവനെ താങ്ങിയെടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. 7-8 പേര് ചേർന്ന് താങ്ങി പിടിച്ചു കൊണ്ടുവരുന്ന ജഗൻ പിച്ചും പേയും വിളിച്ചു പറയുന്നത് കേട്ട് അനന്തൻ അറിയാതെ ചിരിച്ചു. അതിൽ അലിഞ്ഞില്ലാതെയാവുന്നതേ ഉള്ളൂ അവന്റെ ദേഷ്യവും വിഷമവും. പക്ഷെ അപ്പോഴും ജലന്ധരൻ പറഞ്ഞ കാര്യങ്ങൾ
ആ 3 യോഗ്യരായ യുവാക്കൾ, അതിൽ 2 പേർ തന്റെ ശത്രുസ്ഥാനത്തുള്ളവരും. എല്ലാത്തിനും ഉപരിയായി കൃഷ്ണപ്രിയയ്ക്ക് തന്നോടുള്ള അടുപ്പവും പെരുമാറ്റവും. അങ്ങനെ എന്തൊക്കെയോ ചിന്തകൾ അനന്തന്റെ മനസ്സിനെ അലട്ടി. ജലന്ധരൻ അനന്തന്റെ യോഗ്യതകൾ തിരിച്ചറിയുമോ? അധ്യായം 68. കൃഷ്ണപ്രിയയുടെ വീട്ടിലെ പാർട്ടി കഴിഞ്ഞ് അവളോട് യാത്ര പറഞ്ഞ് അനന്തൻ ഇറങ്ങി. പിറ്റേന്ന് കോളേജിലെത്തിയ അനന്തൻ കൃഷ്ണപ്രിയ അന്നും ലീവാണെന്നറിഞ്ഞു. അവളുടെ അഭാവം അവനെ അധികം അലട്ടിയില്ല. ഈ ചുരുങ്ങിയ കാലയളവിലേക്ക് മാത്രമുള്ള മനുഷ്യ ജന്മം വെടിഞ്ഞ് നാഗലോകത്തേക്ക് പോകേണ്ടവനായ താൻ ഇങ്ങനെ മറ്റു പെൺകുട്ടികൾക്ക് വേണ്ടി സമയം പാഴാക്കേണ്ടതില്ല എന്നവൻ ചിന്തിച്ചു. അന്ന് തിരിച്ചു പോകാൻ നേരം നല്ല ശക്തമായ മഴ ഇടിയുടെയും മിന്നലിന്റെയും അകമ്പടിയോടെ ഭൂമിയിലേക്ക് പതിച്ചു. കഴിഞ്ഞ ചില ദിവസങ്ങളായി മഴ പെയ്യുന്നുണ്ട്. പക്ഷേ അന്നത്തെ മഴയ്ക്ക് തന്നോട് എന്തോ പറയാനുണ്ട് എന്ന് അനന്തന് തോന്നി. തന്നെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സന്ദേശം പോലെ, പ്രകൃതി തനിക്ക് എന്തിന്റെയോ സൂചന തരുന്നത് പോലെ. അനന്തൻ അന്ന് നേരെ വീട്ടിലേക്ക് ചെന്നു. അച്ഛനോടും അരുന്ധതിയോടുമൊപ്പം സമയം ചെലവഴിക്കുമ്പോഴും അനന്തന്റെ മനസ്സ് മറ്റെങ്ങോ ആയിരുന്നു. അവൻ അർദ്ധരാത്രിക്ക് വേണ്ടി കാത്തിരുന്നു. രാത്രിയുടെ 3-ാം യാമത്തിൽ അനന്തൻ ബാൽക്കണിയിലേക്ക് ചെന്നു. അവന് കൂട്ടിന് ചുറ്റും ഇരുട്ട് മാത്രം. അനന്തൻ നിലത്ത് ചമ്രം പണിഞ്ഞിരുന്നു. നാഗലോകത്തെ ഓർമ്മകൾക്കൊപ്പം അവിടെ നിന്ന് പഠിച്ച മന്ത്രങ്ങളും മനസ്സിലേക്ക് കടന്നു വന്നു. അവൻ മെല്ലെ ധ്യാനത്തിൽ മുഴുകി. നാഗലോകത്ത് താൻ കണ്ട പുസ്തകങ്ങളിൽ അവൻ എന്തോ തിരയുകയായിരുന്നു. പക്ഷേ അത് അനന്തന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവന്റെ മനസ്സിൽ നാഗരാജൻ തക്ഷകന്റെ മുഖം തെളിഞ്ഞു. നാഗലോകത്തു നിന്നും ശരീരം ത്യജിച്ച് തിരിച്ചു പോരുന്നതിന് മുൻപ് അനന്തന് ചില വരങ്ങൾ ലഭിച്ചിരുന്നു. എപ്പോഴാണോ സമാധി എന്ന അവസ്ഥയിലേക്ക് കടന്ന് ആത്മാവിനെ സ്വതന്ത്രമായി സഞ്ചരിപ്പിക്കാൻ അനന്തൻ ആഗ്രഹിക്കുന്നത്, അപ്പോൾ അവൻ അത് കഴിയും. എന്നാൽ അവൻ അത് ചെയ്യാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അവൻ മെല്ലെ ധ്യാനത്തിൽ നിന്നുണർന്നു. ധ്യാനാവസ്ഥയിൽ അവൻ തിരഞ്ഞ ഗ്രന്ഥങ്ങളിൽ ഒന്നിലും അവന് വേണ്ടത് കിട്ടിയിരുന്നില്ല. അനന്തൻ നിരാശയോടെ അവിടെ നിലത്തു നിന്നും എഴുന്നേറ്റു. മഴയിലൂടെ തനിക്ക് പ്രകൃതി എന്ത് സൂചനയാണ് തരാൻ ഉദ്ദേശിച്ചത് എന്നായിരുന്നു അവന്റെ ചിന്ത. തനിക്കത് സ്വയം മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല എന്ന് പൂർണ്ണ ബോധ്യമായപ്പോൾ അനന്തൻ പിന്നെ ഒട്ടും അമാന്തിക്കാതെ നേരെ ബാൽക്കണിയിൽ നിന്ന് ടെറസിലേക്ക് എടുത്തു ചാടി. ഇപ്പോൾ അനന്തൻ നിൽക്കുന്നത് ടെറസിലാണ്. അവന്റെ ചുറ്റും ഘോരമായ ഇരുട്ടും മുകളിൽ ആകാശവും മാത്രം. അവൻ ആ കറുത്തു പരന്നു കിടക്കുന്ന ആകാശത്തേക്ക് നോക്കി ഉച്ചത്തിൽ പറഞ്ഞു, അല്ലയോ ആദിശേഷ, ഞാൻ അനന്തൻ, അങ്ങയുടെ ഭൂമിയിലെ രൂപം, അങ്ങയുടെ സകല സദ്ഗുണങ്ങളും പേറി അവതാരമെടുത്ത് ഭൂമിയിലെ ആദിശേഷൻ. ഇപ്പോഴിതാ അങ്ങയോട് കേണപേക്ഷിക്കുന്നു. എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടൂ. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകൂ. അനന്തന്റെ ശബ്ദം ആകാശത്ത് പ്രതിധ്വനിച്ചു. ഉടനെ തന്നെ അവിടെ ശക്തമായ കാറ്റ് വീശി. ഇടിയും മിന്നലും കണ്ടാൽ ആരും പറയും അടുത്ത നിമിഷം കുത്തിയൊലിച്ച് മഴ പെയ്യുമെന്ന്. പക്ഷേ അനന്തന് മനസ്സിലായി ഇത് മഴയുടെ മുന്നൊരുക്കമല്ല എന്ന്. പറയൂ അനന്ത, നിനക്ക് എന്താണ് അറിയേണ്ടത്? ആഞ്ഞു വീശിയ കാറ്റിനും ഒരു ഉഗ്രൻ മിന്നലിനുമൊപ്പം ഇടിമുഴക്കം പോലൊരു ശബ്ദം അനന്തൻ കേട്ടു. ആ ശബ്ദം കേട്ട നിമിഷം തന്നെ അനന്തന്റെ ഇരു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ തുളുമ്പാൻ തുടങ്ങി. ആ കണ്ണുനീർ തുടച്ചു മാറ്റാൻ പോലും സമയം പാഴാക്കാതെ അനന്തൻ ഇരു കൈകളും ആകാശത്തേക്ക് കൂപ്പി തൊഴുതു. അല്ലയോ ഭഗവാനെ, എന്നോട് പൊറുക്കണം. ഈ അവസരത്തിൽ അങ്ങയെ വിളിച്ചു വരുത്തി ബുദ്ധിമുട്ടിച്ചതിന്. ഈയുള്ളവന്റെ മുന്നിൽ വേറെ മാർഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അനന്തൻ പറഞ്ഞു. ഇത് കേട്ട് ഭഗവാൻ ആദിശേഷൻ ഒന്ന് പുഞ്ചിരിച്ചു. ഭഗവാന്റെ പുഞ്ചിരിക്കൊപ്പം ഒരു കുളിർന്ന കാറ്റടിച്ചതും അനന്തൻ തന്റെ കണ്ണുനീർ ഒഴുകിയിറങ്ങിയ കവിൾത്തടം തുടച്ചു. നിനക്ക് നമ്മിൽ പൂർണ്ണ അധികാരമുണ്ട്. മനുഷ്യരൂപമാണ് നീ ധരിച്ചിരിക്കുന്നതെങ്കിലും നാമും നീയും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇനി പറയൂ അനന്ത, നിനക്ക് എന്ത് സഹായമാണ് വേണ്ടത്? ആദിശേഷൻ ചോദിച്ചു. ഭഗവാനെ, എന്നെ അലട്ടുന്ന ചിന്തകൾ ഈ നിഗൂഢമായ അന്തരീക്ഷത്തെ പറ്റിയാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി മഴയുടെ പ്രത്യേക താളം. പ്രകൃതി എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നത് പോലെ. പക്ഷെ എനിക്കത് കേൾക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അങ്ങ് തന്നെ വ്യക്തമാക്കി തരൂ. ഇതെല്ലാം എന്റെ വെറും തോന്നലാണോ അതോ അങ്ങ് എനിക്ക് നൽകുന്ന എന്തെങ്കിലും സൂചനയാണോ എന്ന് അനന്തൻ ചോദിച്ചു. പ്രകൃതി ഇതെല്ലാം എന്റെ കൽപ്പന പ്രകാരം തന്നെയാണ് ചെയ്യുന്നത്.
എന്തിനു വേണ്ടിയെന്നാൽ ഞാൻ നിന്റെ ആന്തരിക ഊർജത്തെ ഉണർത്താൻ തീരുമാനിച്ചു. ആദിശേഷൻ പറഞ്ഞു. ഭഗവാന്റെ മറുപടി കേട്ട് അനന്തൻ വളരെയധികം സന്തോഷിച്ചു. ഒപ്പം അതിശയവും അനന്തനിൽ തെളിഞ്ഞു. അപ്രതീക്ഷിതമായി ഇങ്ങനെ ചെയ്യാൻ കാരണം എന്താണ് ഭഗവാനെ? അനന്തൻ തന്റെ സംശയം മറച്ചു വെച്ചില്ല. നാഗലോകത്തു നിന്നും തിരിച്ചു വന്നതിന് ശേഷം നിന്റെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളായിരുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ അവയെല്ലാം നിനക്ക് സ്വയം കൈകാര്യം ചെയ്യാൻ പാകത്തിനുള്ളതായിരുന്നു. എന്നാൽ വരും ദിവസങ്ങളിലെ കാര്യം ഇനി അങ്ങനെയല്ല. കാരണം നീ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കടമ്പകളായിരിക്കും ഇനി നിന്നെ കാത്തിരിക്കുന്നത്. ആദിശേഷൻ പറഞ്ഞു. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത്രയും ഭീകരമായി എന്നിലെ അങ്ങയുടെ ചൈതന്യത്തെ പോലും പരീക്ഷിക്കാൻ കെൽപ്പുള്ള മനുഷ്യർ ആരാണ് ഈ ഭൂമിയിൽ? അനന്തൻ ചോദിച്ചു. ഉണ്ട്, അങ്ങനെ ചിലരുണ്ട്. വരും ദിവസങ്ങളിൽ നീ അവരെ കണ്ടുമുട്ടും. അന്ന് നീ പരാജയപ്പെടാതെ നിൽക്കണമെങ്കിൽ നീ സ്വയം നിന്റെ ആത്മാവിനെ ഉണർത്തിയേ മതിയാകൂ. നാഗലോകത്ത് വെച്ച് നീ ആ കർമ്മത്തിന്റെ 1-ാം ഘട്ടം പൂർത്തിയാക്കിയതാണ്. ഇന്ന് നീ അതിന്റെ 2-ാം ഘട്ടത്തിലേക്ക് കടക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് കൊടിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരും. തൽക്കാലം ഇത് മാത്രം ഓർക്കുക. എന്റെ നിർദ്ദേശങ്ങൾ യഥാസമയം നിനക്കരികിലെത്തും. അവ തിരിച്ചറിഞ്ഞ് നിന്നിലെ മഹാശക്തികളെ വേണ്ട വിധം വിനിയോഗിക്കും. സകല സൗഖ്യാനുഭവം. ആദിശേഷൻ പറഞ്ഞു. എല്ലാം അങ്ങ് പറയുന്നത് പോലെ. അനന്തൻ തൊഴുതുകൊണ്ട് പറഞ്ഞു. ശേഷം ആദിശേഷൻ അപ്രത്യക്ഷനായി. അനന്തൻ അപ്പോൾ തന്നെ ടെറസിൽ പത്മാസനത്തിലിരുന്നു. ഏറെ നേരത്തെ ധ്യാനവും മന്ത്രജപവും കഴിഞ്ഞ ശേഷം അവൻ തന്റെ മനസ്സിനെ സ്ഥിരമാക്കി മാറ്റി. അചഞ്ചലമായ മനസ്സിനാൽ മാത്രമേ ആത്മാവിനെ 2-ാം ഘട്ടത്തിലേക്ക് ഉണർത്താൻ കഴിയൂ. ആദിശേഷനെ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ തന്റെ ആത്മാവിലേക്ക് പഞ്ചഭൂതങ്ങളുടെയും ശക്തി ആവാഹിച്ചു തുടങ്ങി. ഞാൻ അനന്തൻ വർമ്മ ഭൂമിയിലെ ആദിശേഷ രൂപം ഇന്നിതാ വീണ്ടും ആവാഹിച്ചെടുക്കുന്നു. പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളെ, നിങ്ങളുടെ ശക്തി എന്നിൽ ലയിപ്പിക്കുക. അനന്തന്റെ ഉറച്ച ശബ്ദം അവിടെ മുഴങ്ങി. തൊട്ടു പിന്നാലെ അന്തരീക്ഷത്തിൽ പലതരം മാറ്റങ്ങൾ സംഭവിച്ചു. അനന്തന്റെ ഏകാഗ്രതയെ പരീക്ഷിക്കാനെന്നോണം ഏറെ ഘോര ശബ്ദങ്ങൾ അവന്റെ ചെവിയിൽ അലയടിച്ചു. ഭയാനകമായ രീതിയിൽ പ്രകൃതി ഉറഞ്ഞു തുള്ളി. പ്രപഞ്ച ശക്തികൾ ഭീകര രൂപം പൂണ്ട് അന്തരീക്ഷത്തിൽ നൃത്തം ചെയ്തു ഏറെ നേരം. അവ വായുവിൽ ചുറ്റിത്തിരിഞ്ഞ ശേഷം അനന്തന്റെ ദേഹത്തേക്ക് മെല്ലെ അലിഞ്ഞു ചേർന്നു. അനന്തന്റെ നെറ്റിയിൽ നിന്നും ഒരു നീല പ്രകാശം പുറത്തേക്ക് വമിക്കാൻ തുടങ്ങി. അത് ശരീരമാകെ പടരുമ്പോൾ അവന്റെ പിന്നിലായി ഒരു പഞ്ചമുഖി നാഗം പത്തി വിരിച്ച് കുട ചൂടി നിന്നു. പഞ്ചമുഖി നാഗത്തിന്റെ ശിരസുകളിൽ ഓരോന്നിലും നീല, ചുവപ്പ്, പച്ച, വെള്ള, കറുപ്പ് എന്നിങ്ങനെ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിന്റെയും നിറം പതിപ്പിച്ചിരുന്നു. അതിൽ നീല ജലത്തിന്റെയും, ചുവപ്പ് അഗ്നിയുടെയും, പച്ച ഭൂമിയുടെയും, വെള്ള വായുവിന്റെയും, കറുപ്പ് ആകാശത്തിന്റെയും നിറത്തെ സൂചിപ്പിക്കുന്നതാണ്. ദീർഘനേരത്തെ തീവ്രമായ ഏകാഗ്രതയുടെയും പരിശ്രമത്തിന്റെയും ഫലമായി അനന്തൻ തന്റെ ആത്മാവിനെ 2-ാം ഘട്ടത്തിലേക്ക് ഉണർത്തി. കണ്ണു തുറക്കുമ്പോൾ അവന് സ്വയം അനുഭവിച്ച് തന്നെ അറിയാൻ കഴിയുന്നുണ്ട്. തന്റെ കായിക ബലം നേരത്തെ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുന്നു എന്ന്. കണ്ണു തുറന്ന അനന്തൻ ആദ്യം ചെയ്തത് ആദിശേഷനോട് നന്ദി അറിയിക്കുകയാണ്. കൈകൂപ്പി തികഞ്ഞ ഭക്തിയോടെ അനന്തൻ ആദിശേഷനോട് ഇങ്ങനെ പറഞ്ഞു. അങ്ങന്റെ ആത്മാവിൽ നിറച്ചു തന്ന ഈ ഊർജം പൂർണ്ണമായും ഞാൻ തിരിച്ചറിയുന്നു. അങ്ങയുടെ കൃപാകടാക്ഷത്തോടെ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജന്മം നൽകി അനുഗ്രഹിച്ചതിനും ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. സർവേശ്വരനും ശയ്യയാകുന്ന ആദിശേഷന് അടിയന്റെ ശതകോടി പ്രണാമം. ഇത് കേട്ട ആദിശേഷൻ അശരീരിയിലൂടെ അനന്തന് മറുപടി നൽകി. ഞാൻ നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. നീ എന്റെ ഭൂമിയിലെ രൂപം മാത്രമാണ്. ഒരിക്കലും നിന്റെ ലക്ഷ്യം ഈ ഭൂമിയിലെ ചെറിയ ജീവിത സുഖങ്ങളല്ല. ഇവിടുത്തെ മായയിൽ നീ ഭ്രമിക്കരുത്. ഒരിക്കലെങ്കിലും നീ ചപല മോഹങ്ങളിൽ ബന്ധിതനായാൽ പിന്നെ നീ ദിക്കറിയാതെ ദിശ തെറ്റി ഈ ഭൂമിയിൽ തന്നെ അലയും. അതുകൊണ്ട് തന്നെ ശരീരത്തിനോടൊപ്പം ആത്മാവിനെയും അചഞ്ചലവും ദൃഢവുമാക്കി വെക്കും. അവതാര ലക്ഷ്യം മാത്രം മനസ്സിൽ കാണും. ആദിശേഷന്റെ ഉപദേശം അനന്തൻ ശിരസാൽ വഹിച്ചു. വീണ്ടും ശക്തമായ മിന്നലും കാറ്റും കണ്ട അനന്തൻ മനസ്സിലാക്കി ഭഗവാൻ അവിടെ നിന്നും പോവുകയാണ് എന്ന്. നിമിഷങ്ങൾക്കകം വീണ്ടും അന്തരീക്ഷം ശാന്തമായി. അനന്തൻ ഏറെ നേരം ആ ടെറസിൽ വെറും തറയിൽ തലയ്ക്ക് പിന്നിലേക്ക് കൈ മടക്കി വെച്ച് മലർന്നു കിടന്നു. അങ്ങനെ കിടന്നു മയങ്ങിയ അവൻ
കണ്ണു തുറക്കുന്നത് ഉദയരശ്മികൾ കണ്ണിൽ പതിച്ചു തുടങ്ങിയപ്പോഴാണ്. അവൻ വേഗം ടെറസിൽ നിന്നും ബാൽക്കണിയിലേക്ക് ചാടി. തലേന്ന് രാത്രി പ്രകൃതിയിലുണ്ടായ കോളിളക്കം ഒന്നും കടുത്ത നിദ്രയിൽ ആണ്ടുപോയ വാസുദേവനും അരുന്ധതിയും അറിഞ്ഞിട്ടില്ല. അതിനാൽ അന്നത്തെ ദിവസം സാധാരണ പോലെ തന്നെ നീങ്ങി. കോളേജ് കഴിഞ്ഞ് അനന്തൻ എന്നത്തെയും പോലെ ഡിസ്പെൻസറിയിലേക്ക് വന്നു. അപ്പോഴാണ് ഭാർഗവൻ സാറിന്റെ കോൾ അവന്റെ ഫോണിലേക്ക് വന്നത്. നാളെയാണ് ആലത്തൂർ നാടുവാഴിയുടെ പിറന്നാള്. അപ്പൊ എങ്ങനെയാ? ഞാൻ രാവിലെ അനന്തന്റെ വീട്ടിലേക്ക് വണ്ടി അയക്കട്ടെ? അയാൾ വിനയത്തോട് ചോദിച്ചു. അനന്തൻ ഒരു നിമിഷം ആലോചിച്ച ശേഷം മറുപടി കൊടുത്തു. അതാണ് നല്ലത്. നമുക്ക് രാവിലെ ഒരുമിച്ച് തന്നെ തിരിക്കാം. അനന്തൻ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്ത ശേഷം അനന്തൻ വീണ്ടും തന്റെ ജോലിയിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ ഭാർഗവന്റെ കാർ അനന്തന്റെ വീടിന് മുന്നിലെത്തി. കൈലാസ് സുബ്രഹ്മണ്യനും മധുമോഹനുമൊക്കെ അവരവരുടെ വണ്ടിയിൽ അനന്തന്റെ വീടിന് മുന്നിലുണ്ട്. എല്ലാവരും വിനയത്തോടെയും ക്ഷമയോടെയും അനന്തന്റെ വരവ് കാത്തുനിന്നു. അവിടെ ചുറ്റുപാടുമുള്ള വീടുകളിൽ നിന്നെല്ലാം ആളുകൾ പുറത്തേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. ഇങ്ങനെ സമ്പന്നരുടെ ഒന്നിലധികം വണ്ടികൾ അവിടെ കണ്ടതും എല്ലാവർക്കും കാര്യം അറിയാനുള്ള വ്യഗ്രതയേറി. അനന്തൻ ഡ്രസ് ചെയ്ത് ഇറങ്ങി വന്നപ്പോഴാണ് ആരെ കാണാനാണ് ഇങ്ങനെ ഉന്നതരായ ആളുകൾ കാത്തു നിൽക്കുന്നതെന്ന് അവർക്ക് പിടികിട്ടി. ഗുഡ് മോർണിംഗ് അനന്ത. വളരെ ഭവ്യതയോടെ അനന്തനോട് അവർ പറയുന്നത് കേട്ട് അയൽക്കാരുടെ എല്ലാം കണ്ണു തള്ളി. കാരണം അവർക്കിടയിലും അനന്തനും കുടുംബത്തിനും വില തീരെ കുറവായിരുന്നു. തങ്ങളെപ്പോലെ തന്നെ സാധാരണക്കാരായിരുന്നു അനന്തന്റെ കുടുംബവും. പക്ഷെ വലിയ തറവാട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടത് എന്ന കാഴ്ചപ്പാടായിരുന്നു അവരുടെ മനസ്സിൽ അനന്തന്റെ വില കെടുത്തിയത്. പക്ഷെ ഇന്നിപ്പോൾ അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന സംശയമായിരുന്നു. ഇത് അനന്തൻ തന്നെയല്ലേ? നമുക്ക് ആള് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഈ ചെക്കനോട് എന്തിനാ ഈ സാറുമാർ ഇത്രയും ബഹുമാനമൊക്കെ കാണിക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാതെ. ഇവനിപ്പോ വീണ്ടും പഠിക്കാൻ പോയി തുടങ്ങിയെന്നൊക്കെ ഞാൻ കേട്ടു. അയാൾക്കാണെങ്കിൽ ഒരു ചെറിയ ക്ലിനിക്കും. ഇത്രയും വലിയ ആൾക്കാരെ പരിചയപ്പെടാൻ മാത്രം വളർച്ചയൊന്നും ഇവനും ഫാമിലിക്കും ഉള്ളതായി ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എന്തായാലും നമ്മുടെ അയൽപ്പക്കമല്ലേ. അയാൾ ഒരു നല്ല മനുഷ്യനും. അവരെന്തെങ്കിലൊക്കെ ചെയ്ത് രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടേന്നേ. നമുക്കെന്താ ചെയ്തം? ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അനന്തൻ ഇതിൽ ചിലതെല്ലാം കേട്ടുവെങ്കിലും ഒന്നിനും ചെവി കൊടുക്കാതെ പോയി. കാറിൽ അനന്തന്റെ ഒപ്പം പല്ലവിയുമുണ്ട്. അവൾ തന്റെ ബാഗിൽ നിന്നും ഒരു ടിഫിൻ ബോക്സ് എടുത്ത് അനന്തന് നൽകി. രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ, ഇത് കഴിക്കും, പല്ലവി പറഞ്ഞു. അത് ഞാൻ തിരക്കിട്ടിറങ്ങിയതാ, ഇപ്പൊ വിശന്നു തുടങ്ങി. അനന്തൻ ആ ടിഫിൻ ബോക്സ് വാങ്ങി. അനന്തന്റെ തൊട്ടു മുന്നിലെ സീറ്റിൽ അന്ന് പുതിയ ബംഗ്ലാവ് വാങ്ങിയ ദിവസം വന്ന അതിഥികളുടെ കൂട്ടത്തിൽ 4-ാം രാജാവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയും ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്ന് അനന്തൻ അപ്പോഴാണ് ഓർത്തത്. ഹലോ മിസ്റ്റർ 4-ാം രാജൻ, നിങ്ങളുടെ യഥാർത്ഥ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ, അനന്തൻ അയാളോട് ചോദിച്ചു. അയാൾ ഒരു ചിരി ചിരിച്ചുകൊണ്ട് അനന്തനെ നോക്കി. ആലത്തൂർ ദേശത്ത് എന്തെല്ലാം അത്ഭുതങ്ങളായിരിക്കും ഉണ്ടാകാനിരിക്കുന്നത്. അധ്യായം 69. അനന്തന്റെ തൊട്ടു മുന്നിലെ സീറ്റിൽ അന്ന് പുതിയ ബംഗ്ലാവ് വാങ്ങിയ ദിവസം വന്ന അതിഥികളുടെ കൂട്ടത്തിൽ 4-ാം രാജാവെന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയും ഉണ്ടായിരുന്നു. അയാളുടെ പേര് ഇതുവരെ ചോദിച്ചില്ലല്ലോ എന്ന് അനന്തൻ ഇപ്പോഴാണ് ഓർത്തത്. ഹലോ മിസ്റ്റർ 4-ാം രാജൻ, നിങ്ങളുടെ യഥാർത്ഥ പേര് ഇതുവരെ പറഞ്ഞില്ലല്ലോ, അനന്തൻ അയാളോട് ചോദിച്ചു. അയാൾ ഒരു ചിരി ചിരിച്ചുകൊണ്ട് അനന്തനെ നോക്കി. എന്റെ പേര് ദയാനന്ദൻ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അനന്തൻ ആഹാരം കഴിച്ചു കഴിഞ്ഞതും ഭാർഗവൻ സംസാരിച്ചു തുടങ്ങി. അനന്ത, തന്നോട് ചില കാര്യങ്ങൾ പറയാൻ വിട്ടുപോയി. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ബിസിനസിനെ പറ്റിയുള്ള ചർച്ചകൾ മാത്രമായിരുന്നല്ലോ. അതുപോട്ടെ, ആലത്തൂർ ദേശത്തെ പറ്റി കേട്ടിട്ടുണ്ടോ അനന്തൻ? ഇപ്പോഴും 17-ാം നൂറ്റാണ്ടിലെ രീതികളാണ് അവിടെ തുടരുന്നത്. നാട്ടുകൂട്ടവും വിധിയും ശിക്ഷയും ഒക്കെ അവിടെ തന്നെ. പറഞ്ഞു കേൾക്കുന്നവർക്ക് കെട്ടുകഥയാണെന്നേ തോന്നും. എങ്കിലും ആ നാട്ടുകൂട്ടത്തിനും അവിടുത്തെ രീതികൾക്കും ഈ നഗരത്തെ മുഴുവൻ സ്വാധീനിക്കാനുള്ള ശക്തിയുണ്ട്. ഇപ്പോ ആലത്തൂരിലെ നാടുവാഴിയാണ് ഷൺമുഖൻ. അയാളുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. മുൻ വർഷങ്ങളിൽ നിന്നും ചില വ്യത്യാസങ്ങൾ ഈ വർഷത്തെ ചടങ്ങിനുണ്ടാകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. മുൻകാലങ്ങളിലെ രീതി അനുസരിച്ച്
എല്ലാ നാട്ടിൽ നിന്നുമുള്ള ശക്തരും പണക്കാരുമായിട്ടുള്ള ആളുകൾ അവിടേക്കെത്തും. ദൂരദേശങ്ങളിൽ നിന്നും ഏറെ പേര് അതിരാവിലെ എത്തുമെന്നതുകൊണ്ട് തന്നെ അവിടെ ഭക്ഷണത്തിനും വിശ്രമത്തിനുമുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പൂജയോട് കൂടിയ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ശേഷം അവിടെ എത്തിയ ഓരോ ഗ്രൂപ്പും അവരുടെ പവർ മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുന്നു. വലിയ വലിയ സംഘടനകൾക്ക് പരസ്പരം അറിയാനും പരിചയപ്പെടാനും അവരുടെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനുമുള്ള അവസരം കൂടിയാണിത്. അതിനുശേഷം അവർ പരസ്പരം മത്സരിച്ചും പോർവിളി നടത്തിയും തന്റെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കും. പലർക്കും പലതും നഷ്ടപ്പെടുന്ന ദിനം കൂടിയാണിത്. മുമ്പ് പലർക്കും ജീവൻ പോലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ വെച്ച്. ഭാർഗവൻ വിശദീകരിച്ചു. അത് മാത്രമല്ല, ആ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വിധി കൽപ്പിക്കുന്ന ദിവസം കൂടിയാണിത്. അയാൾ കൂട്ടിച്ചേർത്തു. ഇപ്രാവശ്യം വ്യത്യാസമുണ്ടെന്ന് പറയാനുള്ള കാരണം? അനന്തൻ ചോദിച്ചു. ഇപ്രാവശ്യം പിറന്നാൾ ആഘോഷത്തിന് എത്തിച്ചേരുന്ന ഓരോരുത്തരുടെയും പ്രധാന വിഷയം തന്നെ ഭാർഗവ ഗ്രൂപ്പും കൈമൾ ഗ്രൂപ്പുമായിട്ടുള്ള ശത്രുതയാണ്. കാലങ്ങളായി ആ ശത്രുത നീണ്ടു നിൽക്കുന്നതാണെങ്കിലും ഇപ്പോ അത് ഞങ്ങളുടെ കൈവിട്ടു പോയിരിക്കുന്നു. ചില വെല്ലുവിളികളും മറ്റും ജനശ്രദ്ധ പിടിച്ചു പറ്റിയതിനാൽ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്നത് ഞങ്ങളിൽ ഒരാളുടെ പതനത്തിനാണ്. ഷൺമുഖന്റെ ആളുകളെന്ന് ഒരു സംഘം ആളുകളെ ഈ പ്രശ്നത്തിന്റെ ഭാഗമായി ഞങ്ങളിൽ ഒരു കൂട്ടർക്ക് വേണ്ടി ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അവര് ഭാർഗവ ഗ്രൂപ്പിനെയാണോ കൈമൾ ഗ്രൂപ്പിനെയാണോ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. ഇന്നത്തെ ആഘോഷങ്ങളിലെ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ വിഷയം തന്നെയാകും. ഒരുപക്ഷെ ഇന്ന് അവർക്ക് മുന്നിൽ തോറ്റുപോയാൽ ഞങ്ങൾക്കെല്ലാം നഷ്ടപ്പെടും. പിന്നെ ഭാർഗവ ഗ്രൂപ്പ് ഉണ്ടാവില്ല. അയാൾ വിഷമത്തോടെ പറഞ്ഞു. മുൻവർഷങ്ങളിൽ ഈ ദയാനന്ദൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഓരോ തവണയും ഞങ്ങൾ പിടിച്ചു നിന്നത്. കടലിന്റെ 4ാം രാജൻ എന്ന പേര് വെറുതെ കിട്ടിയതല്ല. കടൽ കൊള്ളക്കാരുമായിട്ടുള്ള എല്ലാ സംഘടനകളിലും ഇദ്ദേഹം തന്നെയായിരുന്നു വിജയിച്ചത്. ഒത്തിരി കടൽ കൊള്ളക്കാരെ നിലംപരിശാക്കിയ വീരനാണ് ഇദ്ദേഹം. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ കൈപ്പിടിയിലും ഒതുങ്ങുന്നതാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഇത്രയേറെ ടെൻഷൻ. പല്ലവി പറഞ്ഞു. ഈ സമയം ദയാനന്ദന്റെ മുഖത്ത് അല്പം വാട്ടം അനന്തൻ കണ്ടു. ഭാർഗവന്റെ മുഖത്തേക്ക് നോക്കിയ അനന്തന് അയാൾ തന്നോട് എന്താണ് അഭ്യർത്ഥിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായി. അവൻ അതിന് ഇടവരുത്താതെ അങ്ങോട്ട് കയറി സംസാരിച്ചു. ഒരു പേടിയും വേണ്ട. ഞാൻ ഒപ്പം ഉള്ളപ്പോ ഒരിക്കലും അരുതാത്തത് നടക്കുമെന്ന് ചിന്തിക്കണ്ട. നിങ്ങളുടെ ശത്രുക്കളൊക്കെ എന്റെയും ശത്രുക്കളായിരിക്കും. നമ്മളിനി ഒരുമിച്ച് ബിസിനസ് ചെയ്യാൻ പോകുന്നവർ കൂടിയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ പ്രശ്നമായി കണ്ടാവില്ല, എന്റെ സ്വന്തം പ്രശ്നമായി കണ്ടു തന്നെ ആവും ഞാൻ പ്രതികരിക്കുക. തോൽവിയെ കുറിച്ചോർത്ത് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല. അനന്തൻ പറഞ്ഞു. കാറിലുണ്ടായിരുന്ന എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. അവരുടെ ഭാവിയെ ഒന്നാകെ വിഴുങ്ങാൻ നിന്ന സർപ്പം പത്തി താഴ്ത്തി തിരികെ പോയതുപോലെ ഒരാശ്വാസമാണ് അവർക്ക് തോന്നിയത്. അനന്തൻ ഒരു കാര്യത്തിൽ വാക്ക് തന്നിട്ടുണ്ട് എങ്കിൽ ഏത് വിധേനയും അവനത് പാലിക്കുമെന്നൊരു വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നു. അവർ പിന്നീട് സ്വസ്ഥമായ മനസ്സോടെ യാത്ര തുടർന്നു. 2 മണിക്കൂർ കൊണ്ട് അവർ ആലത്തൂർ ദേശത്തെത്തിക്കഴിഞ്ഞു. അനന്തൻ അവിടെ ആകെ നോക്കി. അന്ന് പാതിരാത്രി കാറിൽ വന്ന് നേരെ കവലയിലേക്ക് കയറിയത് കാരണം ഒരിക്കൽ ആ സ്ഥലത്ത് വന്നതാണെന്ന തോന്നൽ പോലും അവനിൽ ഇല്ലായിരുന്നു. പകൽ വെളിച്ചത്തിൽ അനന്തൻ ആ സ്ഥലം മുഴുവൻ ആസ്വദിച്ചു. അനന്തന് അവിടെ കണ്ട കാഴ്ചകളിൽ ഏറെ ഇഷ്ടപ്പെട്ടത് അവിടെ ഒഴുകുന്ന ഒരു കുഞ്ഞരുവിയായിരുന്നു. അനന്തൻ അത് ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് ഭാർഗവൻ അവന്റെ അടുക്കൽ വന്നത്. ഇവിടെയാണ് ആളുകൾ ആദിശേഷനെയും മറ്റു നാഗത്താന്മാരെയും ആരാധിക്കാൻ എത്തുന്നത്. ഈ ആൽമരം ഇവിടുത്തെ വിശേഷപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ മനോഹരമായി സംരക്ഷിക്കുന്നുണ്ട് ഇവിടുത്തുകാര്. നമ്മളെത്തിയത് അല്പം നേരത്തെയാ. ചുറ്റി നടന്ന് നാട് കാണാൻ സമയം ധാരാളം ഉണ്ട് എന്നർത്ഥം. അപ്പോ അനന്തൻ ഞങ്ങളോടൊപ്പം അകത്തേക്ക് വരുന്നോ അതോ ഇവിടെയൊക്കെ നടന്ന് കണ്ടതിന് ശേഷം മെല്ലെ അകത്തേക്ക് വരുന്നതേ ഉള്ളൂ? ഭാർഗവൻ ചോദിച്ചു. നിങ്ങൾ പോയിക്കൊള്ളൂ, ഞാൻ ഇവിടേക്കൊന്ന് കണ്ടതിന് ശേഷം വന്നേക്കാം. ഈ നാട് വളരെ ചെറുതല്ലേ, വഴിയൊന്നും തെറ്റുമെന്ന് പേടിക്കണ്ട. അനന്തൻ പറയുന്നത് കേട്ട് ചിരിച്ചുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. എന്നാലും ഞാൻ പല്ലവിയെ കൂടെ കൂട്ടിനയക്കാം. പരിചയമില്ലാത്ത സ്ഥലവും നാട്ടുകാരൊക്കെ അല്ലേ? ഭാർഗവൻ ചോദിച്ചു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ജഗനെയും കൂടി ഇവിടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അവൻ ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം കാണാപ്പാടാ. വെറുതെ പല്ലവിയെ ബുദ്ധിമുട്ടിക്കണ്ട. അനന്തൻ പറഞ്ഞു. ജഗൻ എവിടെ എത്തി എന്ന് ചോദിക്കാൻ വേണ്ടി അനന്തൻ ഫോൺ എടുത്തപ്പോഴാണ്
ഒരു നാടൻ വേഷം ധരിച്ച മനുഷ്യൻ അനന്തന്റെ മുന്നിലേക്ക് വന്നത്. അയാളെ കണ്ട് അനന്തൻ നന്നായി ഞെട്ടി. അത് മറ്റാരുമല്ല, ജഗൻ തന്നെയായിരുന്നു. സാധാരണ പ്രാകൃത വേഷത്തിലാവും ജഗന്റെ നടപ്പ്. കുളിക്കാതെയും നനയ്ക്കാതെയും മുഷിഞ്ഞു നാറി നടക്കുന്ന ജഗൻ ഇന്ന് കുളിച്ച് സുന്ദരനായി കുറിയും തൊട്ട് നല്ല നാടൻ മുണ്ടും ജുബ്ബയും ധരിച്ച് മുന്നിൽ നിൽക്കുന്നത് കണ്ട അനന്തൻ സംശയത്തോടെ തന്റെ കണ്ണുകൾ അമർത്തി തിരുമ്മി. നിനക്കിതെന്താ പറ്റി? അനന്തൻ അറിയാതെ തന്നെ ചോദിച്ചുപോയി. അനന്തന്റെ പ്രതികരണം കണ്ട ജഗൻ ആദ്യം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ശേഷം ഇങ്ങനെ ചോദിച്ചു, ഒരു മാറ്റം ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്താ, കൊള്ളത്തില്ലേ? ജഗൻ ചോദിക്കുന്നതിനൊപ്പം സ്വയം ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ചുറ്റും നോക്കി. അയ്യോ, കൊള്ളില്ല എന്നല്ല, കൊള്ളാം, സൂപ്പർ. ആര് കണ്ടാലും ഒന്ന് ഞെട്ടും. അല്ല, എന്താ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? അനന്തൻ ചോദിച്ചു. അത് പിന്നെ ഞാൻ ഒത്തിരി നാളായി വിചാരിക്കുന്നു ഒരു മാറ്റം എനിക്ക് ആവശ്യമാണെന്ന്. അപ്പോഴാണ് അനന്തൻ എന്നെ ഇവിടേക്ക് വിളിക്കുന്നത്. തന്റെ ഒപ്പം വരുമ്പോ അല്പം വൃത്തിയിലും മെനയിലും വരാമെന്ന് തോന്നി. അല്ലെങ്കിൽ തന്നെ ഇത്രയും ആളുകളൊക്കെ വരുന്ന ഒരു സ്ഥലമല്ലേ, അതുകൊണ്ട് ജഗൻ പറഞ്ഞു. ശരി, അത് പോട്ടെ, നമുക്ക് സമയം കളയണ്ട, നടക്കാം, ഇവിടെ ഒത്തിരി കാണാനുണ്ട്, അനന്തൻ പറഞ്ഞു. ജഗൻ എത്തിയതോടെ ഭാർഗവൻ സ്വസ്ഥമായി അനന്തനെ അവനോടൊപ്പം വിട്ട് തന്റെ കാര്യങ്ങൾക്കായി പോയി. അവരോരോന്ന് സംസാരിച്ചുകൊണ്ട് കുറെ സ്ഥലങ്ങൾ ചുറ്റി വീണ്ടും ആ ആൽമരത്തിന്റെ ചോട്ടിൽ തന്നെ വന്നു. അനന്തൻ ആ ആൽമരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്ന് ജഗന് മനസ്സിലായി. ആയിരക്കണക്കിന് വർഷങ്ങളായി ഈ മരം ഏറെ നിഗൂഢതകളും പേറിയാണ് നിൽക്കുന്നത്. ഇതിനെന്തോ അമാനുഷിക ശക്തി ഉണ്ട് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ജഗൻ പറഞ്ഞത് കേട്ട് അനന്തൻ ആ ആൽമരം അടിമുടി നോക്കി. പക്ഷേ കേട്ടതുപോലെയുള്ള നിഗൂഢതകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ദിവ്യ ചൈതന്യമോ ആ മരത്തിലുള്ളതായി അനന്തന് തോന്നിയില്ല. മറ്റുള്ള ആൽമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആകെ അതിനുണ്ടായിരുന്ന പ്രത്യേകത എന്തെന്നാൽ താരതമ്യേന ഇലകൾ കുറവായിരുന്നു എന്നതാണ്. പൊതുവെ ആൽമരങ്ങൾക്ക് ഇലകൾ ഏറെ ഉണ്ടാകുമല്ലോ. ഈ മരത്തില് എന്തെങ്കിലും പ്രേതബാധയുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ടോ? അനന്തൻ ചോദിച്ചു. അതെ, അങ്ങനെയും കേട്ടിട്ടുണ്ട്. പക്ഷെ വ്യക്തമായ ഒരു കഥയും ആർക്കും അറിയില്ല. എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് ഈ മരം ഇന്നും നിഗൂഢമായി തുടരുന്നു, ജഗൻ പറഞ്ഞു. ജഗൻ പറയുന്നതൊന്നും വ്യക്തമായി മനസ്സിലാകാതെ അനന്തൻ അവനെ മിഴിച്ചു നോക്കി. ജഗൻ അത് കണ്ട് അനന്തനോട് ഇങ്ങനെ പറഞ്ഞു. ഇവിടെ ഈ നാട്ടില് എത്ര കോടീശ്വരന്മാരുണ്ട്. എന്നാൽ ഇതൊരു വലിയ മെട്രോപൊളിറ്റൻ സിറ്റി ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പിന്നെ ഈ ആലത്തൂർ ദേശമാണെങ്കിൽ അതിലും നിഗൂഢമായ നാട്. വേറെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഹൈ ക്ലാസ് ബിസിനസ് മാഗ്നറ്റുകൾ അധികാരത്തിനും സ്വത്തിനും വേണ്ടി ഇതുപോലെ വന്ന് പ്രാകൃതമായ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്? ലോകത്ത് മറ്റെവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണോ ഇത്? അതുപോലെ തന്നെയാണ് ഈ ആൽമരം. ഇതിനെ ആളുകളെല്ലാം പൂജിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരവില്ല. മറ്റെവിടെയും പൂജിക്കപ്പെടുന്ന എന്തിനും അതിൻ്റെതായ ഒരു ഐതിഹ്യമോ വിശ്വാസമോ ഉണ്ടാകും. പക്ഷെ ഇതിനങ്ങനെ ഒന്നുമില്ല. അല്ലെങ്കിൽ അത് വ്യക്തമായ ആർക്കും അറിയില്ല, ജഗൻ പറഞ്ഞു. അനന്തൻ അതീവ ശ്രദ്ധയോടെയും താല്പര്യത്തോടെയും കേട്ടു നിൽക്കുന്നു എന്ന് കണ്ട ജഗൻ തുടർന്നു. ഈ ആൽമരത്തെ ചുറ്റിപ്പറ്റി പല വിശ്വാസങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. അതിലൊന്ന്, ഈ സ്ഥലത്തായിരുന്നു ഇവിടുത്തെ ആളുകളുടെ പൂർവികരെ പണ്ട് അടക്കിയിരുന്നത് എന്ന്. മരണപ്പെട്ട പൂർവികർ പുണ്യാത്മാക്കളായി മാറി ഈ മരത്തിൽ വസിക്കുന്നുണ്ട് എന്നത് ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഒരു മന്ത്രസിദ്ധിയുള്ള വിശേഷപ്പെട്ട നാഗത്തെ ഈ ഭൂമിയുടെ അടിയിലെ തടവറയിൽ തളച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു വിശ്വാസം. ആദിശേഷന്റെ അനുഗ്രഹം സിദ്ധിച്ച സർപ്പമായിരുന്നു അത്. ഞാൻ ഈ വക കാര്യങ്ങളൊന്നും ആദ്യം മൈൻഡ് ആക്കിയിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് കുറച്ചു നാൾ മുൻപ് ഇവിടെ നിന്ന് ചില സാധനങ്ങൾ കിട്ടി. ജഗൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അനന്തന് ഈ വിഷയത്തിൽ ഇൻട്രസ്റ്റ് കൂടി വന്നു. അവൻ എന്ത് സാധനമാണ് ലഭിച്ചത് എന്നറിയാനുള്ള ആകാംക്ഷയോടെ ജഗനെ നോക്കി. എന്താ നിനക്ക് ഇവിടുന്ന് കിട്ടിയേ? അനന്തൻ ചോദിച്ചു. ഒരു പഴയ തുരുമ്പെടുത്ത ഇരുമ്പ് ചങ്ങല, ജഗൻ പറഞ്ഞു. അപ്പോ നീ പറയുന്നതിന്റെ അർത്ഥം ആ സർപ്പത്തെ ഭൂമിക്കടിയിലെ തടവറയില് തളച്ചിട്ടുണ്ട് എന്ന് നീ പറയുന്നത് സത്യമാണെന്നാണ്? അനന്തൻ അത് ചോദിക്കുമ്പോൾ അവന്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. എങ്ങനെയാണ് ആദിശേഷന്റെ അംശമുള്ള ഒരു സർപ്പത്തെ ഇത്രയും കാലം ഇങ്ങനെ ഒരു മരത്തിന്റെ അടിയിൽ തളച്ചിടാൻ കഴിയുക? അനന്തന് കേട്ടപ്പോൾ തന്നെ എന്തോ ഒരു വല്ലായ്മ തോന്നി. അനന്തൻ അറിയോ, ഈ സ്ഥലത്ത് വെറും 4-5 വീടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പണ്ട് കാലത്ത്. പക്ഷെ കൈമൾ കുടുംബക്കാരുടെ ഗുരുവായ ബ്രഹ്മദത്തനാണ് ഇവിടെ താന്ത്രിക വിധി പ്രകാരം 64 വീടുകൾക്ക് കുറ്റിയടിച്ചതും നിർമ്മിച്ചതും. ആ 64 വീടുകളും 64 യോഗിനിമാർക്കുള്ളതായിരുന്നു. കണ്ടില്ലേ, പർണശാല പോലെ 64 വീടുകൾ.
ഈ പറഞ്ഞ യോഗിനിമാരായിരുന്നു ഈ ഗ്രാമം കാക്കുന്നത് എന്നും മറ്റൊരു വിശ്വാസം. ജഗൻ ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് അനന്തന് മറ്റൊന്ന് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവിടെ വന്ന സമയം മുതൽ അനന്തൻ എന്തോ ഒരു പ്രത്യേകത. അനന്തനെ സ്വാധീനിച്ചത് അതുതന്നെയാണ്. ആ പവിത്ര ഭൂമിയിലെ മണ്ണിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ഗന്ധം. എന്തായിരിക്കും ആ ഗന്ധത്തിന്റെ ഉറവിടം? അധ്യായം 70. ജഗൻ അനന്തനോട് ആലത്തൂർ ദേശത്തെ പല വിശ്വാസങ്ങളെ പറ്റിയും പഴങ്കഥകളെ പറ്റിയും പറഞ്ഞുകൊടുത്തു. അതിനിടയിലാണ് അനന്തൻ ആ ഭൂമിയിലെ മണ്ണിൽ നിന്നും ഉയർന്നു വരുന്ന ഗന്ധത്തെ തിരിച്ചറിഞ്ഞത്. താൻ ഈ നാട്ടിൽ കാലുകുത്തിയ നിമിഷം മുതൽ തന്നെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ആ ഗന്ധമാണ് എന്ന് അനന്തൻ തിരിച്ചറിഞ്ഞു. അവിടെയുള്ള 64 വീടുകളും കെട്ടിയത് ബ്രഹ്മദത്തനാണെന്ന് കേട്ടപ്പോൾ അനന്തന് അല്പം കൂടി ആശ്ചര്യം തോന്നി. ആ പേര് ആദ്യമായിട്ടല്ല കേൾക്കുന്നതെന്ന തിരിച്ചറിവാണ് അനന്തനെ ഞെട്ടിച്ചത്. അന്ന് താൻ കോമയിൽ നിന്ന് എഴുന്നേറ്റ ദിവസം കൈമളിന്റെ ആളുകൾ പഞ്ചമുഖി നാഗത്തിന്റെ രക്തമടങ്ങിയ ദിവ്യഫലങ്ങൾ കൈക്കലാക്കാൻ വന്ന ദിവസം. അന്ന് കൈമളിനും കൂട്ടർക്കും ഈ ഫലത്തിന്റെ അത്ഭുത സിദ്ധിയെപ്പറ്റി പറഞ്ഞുകൊടുത്തത് ഈ ബ്രഹ്മദത്തനാണെന്ന് അവിടെ നിന്നും അറിഞ്ഞതാണ്. പക്ഷേ ആ ഫലത്തിന്റെ പിന്നിലെ കഥകൾ അറിയാവുന്ന ഭൂമിയിലെ ഒരേ ഒരു മനുഷ്യൻ താൻ മാത്രമാണ്. പിന്നെ എങ്ങനെ ബ്രഹ്മദത്തൻ ഇതറിഞ്ഞു എന്ന് സംശയം തോന്നിയ നിമിഷം തന്നെ അയാളുടെ പേര് അനന്തൻ മനസ്സിൽ കോറിയിട്ടതാണ്. തനിക്ക് മാത്രം അറിയാവുന്ന ആ ഫലത്തിന്റെ സിദ്ധി അയാൾക്ക് എങ്ങനെ അറിയാമെന്ന ചോദ്യത്തിന് അനന്തന് ഇന്നും ഒരു ഉത്തരം കണ്ടെത്താനായിട്ടില്ല. എന്തായാലും അയാൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്ന് മാത്രം അനന്തൻ മനസ്സിൽ കരുതി വെച്ചു. അനന്തനും ജഗനും കൂടി അവിടെ അടുത്തുള്ള ഒരു കഫേയിലേക്ക് നടന്നു. അത് ഒരു സാധാരണ കഫേ തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം അവിടം പൂക്കളും തോരണങ്ങളും കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയും നല്ല ട്രഡീഷണലായി ധാവണിയൊക്കെ ഉടുത്ത് മുല്ലപ്പൂവും വെച്ച് ഒരുങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ ദിവസത്തിന് അവിടെയുള്ളവരെല്ലാം എത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന് അനന്തന് മനസ്സിലായി. അനന്തൻ അകത്തേക്ക് കയറിയതും 2 പെൺകുട്ടികൾ അനന്തനെ കണ്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നു. അനന്ത, നീ എന്തിവിടെ? അതിലൊരു പെൺകുട്ടി ചോദിച്ചു. അവർക്ക് 2 ആൾക്കും തന്നെ നന്നായി അറിയാമെന്ന് അനന്തന് മനസ്സിലായി. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അനന്തന് 2 പേരെയും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അനന്തൻ നിങ്ങൾ ആരാണ് എന്ന ഭാവത്തിൽ അവരെ നോക്കി മുഖം ചുളിച്ചു. അനന്ത, നിനക്ക് ഞങ്ങൾ മനസ്സിലായില്ലേ? ഞങ്ങൾ 2 ആളും നിന്റെ ഒപ്പം സ്കൂളിൽ പഠിച്ചതാ. ഞാൻ നിത്യ ഉണ്ണികൃഷ്ണൻ, ഇത് ഗായത്രി ശങ്കർ. ആ പെൺകുട്ടി അനന്തന് തങ്ങളെ ഓർമ്മ വരുന്നില്ല എന്ന് കണ്ട് സ്വയം പരിചയപ്പെടുത്തി. പേര് കേട്ടപ്പോൾ അനന്തൻ അവരെ 2 ആളെയും ഓർമ്മ വന്നു. സ്കൂളിൽ പഠിച്ചിരുന്ന സമയം അവർ 3 പേരും ഒരുമിച്ച് ഒരേ കോളേജിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. അവരെ എങ്ങനെ താൻ മറന്നുവെന്ന് അനന്തൻ അതിശയം തോന്നി. നിത്യ അന്ന് ക്ലാസ് മോണിറ്ററൊക്കെ ആയിരുന്നു. ക്ലാസ് ലീഡർ നിത്യയും പിന്നെ പാട്ടുകാരി ഗായത്രി. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കുറെ കാലമായല്ലോ കണ്ടിട്ട്. നിങ്ങളെന്താ ഇവിടെ? അനന്തൻ ഒരു പുഞ്ചിരിയോട് ചോദിച്ചു. ഭാഗ്യം, ഞങ്ങൾ ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് നീ ഒരുപാട് മാറിപ്പോയി. പണ്ട് ഉണങ്ങി മെലിഞ്ഞിരുന്നതാ, ഇപ്പൊ അല്പം തടി വെച്ചിട്ടൊക്കെ ഉണ്ട്, ഗായത്രി പറഞ്ഞു. ആ, 2 വർഷം പോയില്ലേ? അതൊക്കെ പോട്ടെ, ഇവിടെ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അനന്തൻ വീണ്ടും ചോദിച്ചു. അവരിരുവരും അതിന് മറുപടി പറയുന്നതിന് മുൻപ് തന്നെ ജഗൻ അവർക്കിടയിലേക്ക് കയറി. ഹലോ സുന്ദരിക്കുട്ടികളെ, എന്റെ പേര് ജഗൻ. ഞാൻ ആരാണെന്നല്ലേ? അനന്തന്റെ ഫ്രണ്ടാണ്. പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ജഗന്റെ സംസാരം കേട്ട് നിത്യയും ഗായത്രിയും പരസ്പരം നോക്കി. ഒരു പരിചയവും ഇല്ലാതെ അയാൾ എന്തിനാണ് ഇത്ര ഓവറായിട്ട് സംസാരിക്കുന്നതെന്ന് അവരാലോചിച്ചു. അവർക്കാണെങ്കിൽ ജഗനെ അറിയുക പോലുമില്ല. എന്തങ്ങനെ നോക്കി നിൽക്കുന്നേ? ഇത്രയും കമ്പനിയായ സ്ഥിതിക്ക് നമുക്ക് വേഗം പോയി ഓരോ കോഫി കുടിക്കാം, ജഗൻ പറഞ്ഞു. സത്യത്തിൽ അവൻ തന്റെ സംസാരം കേട്ട് അവരുടെ മുഖത്തെ കൺഫ്യൂഷൻ ആസ്വദിക്കുകയാണ്. അപ്പോഴേക്കും അനന്തൻ ജഗനെ നോക്കി കണ്ണുരുട്ടി മിണ്ടാതെ നിൽക്കാനുള്ള സൂചന നൽകി. ജഗൻ ഒരു ചമ്മിയ ചിരിയോടെ അവിടെ നിന്നു. ഇവൻ പറയുന്നത് മൈൻഡാക്കണ്ട, വെറുതെ നിങ്ങളിങ്ങനെ വട്ടാക്കാൻ വേണ്ടി പറയുന്നതാ, അനന്തൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവരൊരു ദീർഘ നിശ്വാസത്തോടെ ചിരിച്ചു. പറഞ്ഞത് നന്നായി. ഏതായാലും അനന്തം വന്ന ദിവസം കൊള്ളാം. ഇന്നിവിടെ നമ്മുടെ ക്ലാസിന്റെ റീയൂണിയനാ. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും അനന്തൻ കൃത്യമായിട്ട് എത്തിയല്ലോ, നന്നായി, നിത്യ പറഞ്ഞു. എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? ഞങ്ങളോടൊപ്പം അകത്തേക്ക് വാ, എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും എന്ന് വെച്ചാ ആളും വന്നിട്ടുണ്ട്, ഗായത്രി ഒന്ന് കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു.
ആളോ? ഏതാള്? അനന്തൻ സംശയത്തോടെ ചോദിച്ചു. ഓ, ഒന്നും മനസ്സിലാവാത്ത പോലെ. നീ അതും മറന്നോ? നിത്യ ചോദിച്ചു. നിങ്ങളിത് ഏതാളിന്റെ കാര്യം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനന്തൻ പറഞ്ഞു. എടോ, ഞങ്ങള് നീലിമയുടെ കാര്യ പറയുന്നത്. നീലിമ ചന്ദ്രൻ. നിത്യ പറഞ്ഞു. അവളുടെ പേര് കേട്ടതും അനന്തന്റെ മനസ്സിലേക്ക് പല പല ഓർമ്മകളും കടന്നു വന്നു. 2 വർഷം മുൻപ് വരെ സ്കൂളിൽ എന്നും തന്റെ ബെഞ്ചിൽ ഒപ്പമിരുന്ന് പഠിച്ച പെൺകുട്ടി. താനും നീലിമയും പ്രണയത്തിലാണെന്ന് അത്യാവശ്യം നല്ല ഗോസിപ്പുണ്ടായിരുന്നു സ്കൂളിൽ. സ്കൂൾ കഴിഞ്ഞതിൽ പിന്നെ അവളെ കണ്ടിട്ടില്ല. നീലിമയും താനും തമ്മിൽ ഒന്നുമില്ല എന്ന് ഇവരോടൊക്കെ എത്ര തവണ പറഞ്ഞതാണ് എന്ന് അനന്തൻ വെറുതെ ഓർത്തു. എന്തിനാ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ നേരം കളയുന്നത്? വേഗം വാ, അവിടെ എല്ലാവരും ഉണ്ട്. എത്ര നാളായിട്ടാ കാണുന്നത്. അനന്തനെയും കൂട്ടി അവരകത്തേക്ക് ചെന്നു. ഒരു താല്പര്യവും ഇല്ലെങ്കിൽ കൂടി അനന്തൻ അവരോടൊപ്പം നടന്നു. ജഗനും അനന്തന്റെ ഒപ്പം ചെന്നു. കഫേക്കുള്ളിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു പ്രൈവറ്റ് കോർണർ അനന്തൻ കണ്ടു. നേരത്തെ ബുക്ക് ചെയ്തു വരുന്ന ടീമുകൾക്ക് സ്വസ്ഥമായി ഇരിക്കാൻ പറ്റിയ ഇടം. അവിടെയാവും ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന് അനന്തന് മനസ്സിലായി. നിത്യയാണ് മുന്നിൽ നടന്നത്. ഹേ ഗൈസ്, എല്ലാവർക്കും ഒരു സർപ്രൈസ് ഉണ്ട്. ദേ കണ്ടോ ആരാ വന്നിരിക്കുന്നെന്ന്. അവൾ അത്രയും പറഞ്ഞ് 2 കൈകളും അനന്തന് നേർക്ക് സ്റ്റൈലായി വീശി കാണിച്ചു. അകത്തേക്ക് വന്ന അനന്തൻ കുറെ പരിചിത മുഖങ്ങൾ കണ്ടു. എല്ലാവരെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. 2 വർഷം കോമയിൽ കിടന്നത് കാരണം അതിനു മുൻപുള്ള സംഭവങ്ങളൊക്കെ ഓർമ്മയിൽ നിന്നും ചികഞ്ഞ് പെറുക്കിയെടുക്കേണ്ട അവസ്ഥയിലാണ് അവൻ. ഇത് അനന്തനല്ലേ? അതെ, അവൻ തന്നെ. അനന്ത, വാ, വന്നിരിക്കി. എവിടെയായിരുന്നു നീ? ഓരോരുത്തരും അനന്തനെ അവിടെ തീരെ പ്രതീക്ഷിക്കാത്തതിന്റെ ആശ്ചര്യത്തിലാണ് സംസാരിച്ചത്. എടാ, ഇത് നമ്മുടെ പഴയ അനന്തൻ തന്നെയാണോ? ആകെ മാറിയല്ലേ? അവന്റെ വാച്ച് കണ്ടോ? അതാ ഞാനും നോക്കുന്നത്. വല്ലാത്ത മാറ്റമാണല്ലോ. ചെക്കന് വല്ല ലോട്ടറി അടിച്ചോ? ഇങ്ങനെ ചില മുറുമുറുപ്പുകളും അവിടെ നടന്നു. അനന്തൻ എല്ലാവരോടും ഹായ് പറഞ്ഞുകൊണ്ട് ജഗനെയും കൂടി അവർക്ക് പരിചയപ്പെടുത്തി. പ്ലാൻ ചെയ്തതാണോ അതോ യാദൃശ്ചികമാണോ എന്നറിയില്ല, നീലിമയുടെ അടുത്തുള്ള ഒരേ ഒരു ഒഴിഞ്ഞ കസേരയാണ് അനന്തന് ലഭിച്ചത്. ബാക്കി വന്ന മറ്റൊരു കസേരയിൽ ജഗനെ അവർ പിടിച്ചിരുത്തി. പ്രണയ ജോഡികളെ ഒന്നിച്ചു കാണാനുള്ള അവരുടെ ശ്രമം വിജയിച്ചതറിഞ്ഞ് മനസ്സിൽ ചിരിച്ചുകൊണ്ടാണ് അനന്തൻ അവിടെ ഇരുന്നത്. നീലിമ 2 വർഷത്തിനിടെ വീണ്ടും ഒന്നുകൂടി സുന്ദരിയായിട്ടുണ്ട് എന്ന് അനന്തന് തോന്നി. അവൾ പുഞ്ചിരിയോടെ അവനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു. നീലിമ, 12 ലക്ഷം രൂപയല്ലേ നിന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഇനി ആവശ്യമുള്ള? ദേ, നിന്റെ അനന്തൻ ഇപ്പോ നല്ല കാശുകാരനായിട്ട് വന്നിരിക്കുന്നെന്ന് തോന്നുന്നു. അവൻ ഒരു ദിവസത്തെ ഡ്രസ്സിനും ഷൂസിനും വേണ്ടി തന്നെ അതിലധികം രൂപ പൊട്ടിച്ചു കളയുന്നുണ്ട്. നിന്നെ അവൻ സഹായിക്കാതിരിക്കോ? ഫ്രണ്ട്സിൽ ഒരാൾ ചോദിച്ചു. എന്താണെന്താ, നിനക്ക് നീലിമയൊന്ന് സഹായിച്ചൂടെ? അവനോട് വീണ്ടും ഒരു ഫ്രണ്ട് കൂടി ചോദിച്ചു. അല്പം പരിഹാസം കൂടി കലർത്തിയാണ് അവർ സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി എങ്കിലും അനന്തൻ അത് കാര്യമാക്കിയില്ല. അവൻ ആ വിഷയത്തിന് വേണ്ട പ്രാധാന്യം നൽകി. എന്തു പറ്റിയടോ? തന്റെ അച്ഛനെന്താ പറ്റിയേ? എനിക്കിപ്പോ സ്വന്തമായൊരു ഡിസ്പെൻസറി ഉണ്ട്. നിനക്ക് അങ്കിളിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാമോ? എന്ത് രോഗമാണെങ്കിലും ഞങ്ങൾ ഭേദമാക്കി തരാം. ചെലവിന്റെ കാര്യമൊന്നും ടെൻഷൻ ആവണ്ട. അനന്തൻ പറഞ്ഞു. ഏയ്, അതൊന്നും വേണ്ട അനന്ത, വെറുതെ ബുദ്ധിമുട്ടണ്ട. ഞാനിന്ന് ഇവിടെ വന്നത് പോലും അച്ഛന് വേണ്ടിയാ. ഇന്ന് ഇവിടെ വരുന്ന സിദ്ധവൈദ്യന്മാരിൽ ആരുടെയെങ്കിലും കരുണ കൊണ്ട് എന്റെ അച്ഛൻ രക്ഷപ്പെടും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്, അവൾ പറഞ്ഞു. അനന്തന് അവൾ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. ഒന്നാമതായി അവളുടെ അച്ഛൻ എന്താണ് രോഗമെന്ന് അവൾ പറഞ്ഞിട്ടില്ല. മറ്റൊന്ന്, അവൾ ഇവിടെ സിദ്ധവൈദ്യനെ തേടിയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ കേട്ടിടത്തോളം ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ സംഘർഷമാണ്. അതിനിടയിൽ എങ്ങനെയാണ് ഇവൾ തന്റെ അച്ഛന്റെ ചികിത്സയുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്നിങ്ങനെ നീണ്ടു അനന്തന്റെ സംശയങ്ങൾ. അനന്ത, എന്താ ഒന്നും മിണ്ടാത്ത? ഒരു ഫ്രണ്ടിനെ സഹായിക്കുമെന്ന് ചോദിച്ചതിന് ഇത്രയും ആലോചിക്കാനുണ്ടോ? ഓ, ഭാര്യയോട് അനുവാദം ചോദിക്കണമായിരിക്കും അല്ലേ? ഒരുത്തൻ അനന്തനെ കളിയാക്കി. ഒരു തണ്ണിമത്തൻ കഴിക്കുകയായിരുന്ന ജഗൻ ഇത് കേട്ടതും കഴിപ്പ് മതിയാക്കി 2 കണ്ണുകളും തള്ളിപ്പിടിച്ചുകൊണ്ട് അനന്തനെ നോക്കി. അനന്തൻ ബ്രോ കല്യാണം കഴിഞ്ഞതാണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ജഗൻ പറഞ്ഞത് കേട്ട് അനന്തൻ അന്തം വിട്ടിരുന്നു. അനന്തന് അവരെന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. ഇവന്മാരെന്തായി പറയുന്നത്? നീ അതും കേട്ട് വിശ്വസിച്ചോ? ഞാൻ മാരീഡ് ഒന്നുമല്ല, ഇത് നിങ്ങളോട് ആരാ പറഞ്ഞേ? അനന്തൻ ചോദിച്ചു. ഏയ്, വെറുതെ കള്ളം പറയണ്ട. ഞങ്ങൾക്കറിയാം നീ ഒരു പണക്കാരിയെ കല്യാണവും കഴിച്ച് അവളുടെ കെയർ ഓഫിൽ ഒരു പുത്തൻ പണക്കാരനായി വിലസി നടക്കുവാന്ന്.
നിന്റെ പെണ്ണ് നിനക്ക് കഴിഞ്ഞ ദിവസം ഒരു വലിയ ബംഗ്ലാവല്ലടാ വാങ്ങി തന്നെ ക്ലാസ്മേറ്റ്സിൽ ഒരുവൻ ചോദിച്ചു. എന്തൊക്കെയാണടാ ഈ വിളിച്ചു പറയുന്നത്? ഞാൻ കല്യാണം കഴിച്ചു വന്നൊക്കെ നിങ്ങളോട് ആരാ പറഞ്ഞ്? ഓരോരോ കഥകളെ. അനന്തൻ അതിനെ ചിരിച്ചു തള്ളി. അങ്ങനെ പറഞ്ഞു ഒഴിയാനൊന്നും നോക്കണ്ട. രഘു പറഞ്ഞിരുന്നു നീ ഭാര്യയും കൂട്ടി അവന്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ വന്നു എന്നും നിന്റെ ഭാര്യ നിനക്ക് 5 കോടി രൂപയുടെ വില്ല വാങ്ങി സമ്മാനമായിട്ട് തന്നു എന്നൊക്കെ. അവൻ നിങ്ങളുടെ രണ്ടാളുടെയും ഫോട്ടോ ഉൾപ്പെടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണോ ഇങ്ങനെ കടന്ന് ഉരുളുന്നേ? അവൻ ചോദിച്ചു. അനന്തന് ഇപ്പോൾ സംഗതി വ്യക്തമായി വരുന്നുണ്ട്. രഘു കരുതിയത്, അല്ലെങ്കിൽ അവൻ പറഞ്ഞുണ്ടാക്കിയത് പല്ലവി തന്റെ ഭാര്യയാണ് എന്നായിരിക്കും. പണക്കാരിയായ പെണ്ണിനെ വളച്ചെടുത്ത് കല്യാണവും കഴിച്ച് സുഖജീവിതം നയിക്കുന്ന ഒരു ബോറന്റെ ഇമേജ് എനിക്ക് വരുത്തി തീർക്കാൻ അവൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അനന്തന് ഊഹിക്കാൻ കഴിഞ്ഞു. രഘു പറഞ്ഞതുപോലെയൊന്നും അല്ല കാര്യങ്ങള്. ഒരുപക്ഷെ അവൻ തെറ്റിദ്ധരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ സത്യം മനസ്സിലായിട്ടും അവൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാവാം. എന്തായാലും നിങ്ങൾ അറിഞ്ഞത് ശരിയല്ല. ഞാൻ ഇപ്പോഴും സിംഗിളാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടി എന്റെ സുഹൃത്ത് മാത്രമാണ്. രഘുവിന്റെ കമ്പനിയിൽ ഞാൻ പോയത് തികച്ചും എന്റെ മാത്രം വ്യക്തിപരമായ ആവശ്യത്തിനായിരുന്നു, അല്ലാതെ ഭാര്യയെ കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിപ്പിക്കാൻ വേണ്ടിയല്ല. അനന്തൻ പറഞ്ഞു. എന്റെ അളിയ, ഇത്രയൊക്കെ ആയിട്ട് നീ ഒരു പിടി തരുന്നില്ലല്ലോ. ഭാര്യ എന്ന് ഞങ്ങൾ വെറുതെ എറിഞ്ഞു നോക്കിയതല്ലേ. നീ അവളുമായിട്ട് റിലേഷനിലാണെന്ന് ഞങ്ങൾക്കറിയാം. ഇത്രയും നല്ലൊരു പണച്ചാക്ക് പെണ്ണുമായിട്ട് ഞാൻ എങ്ങാനും ആണ് കമ്മിറ്റഡ് ആവുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു കൂട്ടി നല്ലൊരു ഉഗ്രൻ ട്രീറ്റ് കൊടുത്തേനെ. നീ ആണെങ്കിൽ അത് തുറന്ന് സമ്മതിക്കുന്ന പോലുമില്ല. അവൻ വിടാൻ ഭാവമില്ലാതെ വീണ്ടും അനന്തനെ ചൊറിഞ്ഞു. ഇതെല്ലാം കേട്ടിട്ട് അനന്തന് നന്നായി ചൊറിഞ്ഞു വരുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്ന് സ്വയം പഴിച്ചു. സ്കൂൾ ഗെറ്റ് ടുഗദറിൽ വെച്ച് അനന്തൻ അതിരുവിട്ട് പെരുമാറേണ്ടി വരുമോ